സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് നമുക്കായി ഒരുക്കി തന്ന ആ വലിയ ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. ഇന്ന് ആരാധനയ്ക്ക് അതല്ലേ സ്തോത്രം വരാൻ പ്രതികൂലവും പ്രയാസവും എല്ലാം ഉണ്ടാവുമെന്ന് ഓർത്തു. പക്ഷേ കർത്താവ് ഒന്നും വരുത്താതെ എല്ലാ ദൈവമക്കളെയും യഥാർത്ഥ സമയത്ത് കർത്താവ് കൊണ്ടുവന്ന ആ ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ എന്തുണ്ട്? ഈ ഞായറാഴ്ച എന്തോ സ്പെഷ്യൽ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ എനിക്കും എന്റെ കുടുംബത്തിനും സംതിങ് സ്പെഷ്യലായിട്ട് കർത്താവ് ചൂടോട് എന്തോ തരുവാൻ ആഗ്രഹിക്കുന്നു. അത് ഇന്ന് പകൽ ഞാനും എന്റെ കുടുംബം അത് പ്രാപിച്ചു പോകും. അതെനിക്കും എന്റെ കുടുംബത്തിനും മുന്നോട്ടൊരു അനുഗ്രഹമാവും. അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളെ നസ്രനായ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. ഇന്ന് പകൽ ദൈവം തുറക്കാൻ പോവുക. വിശ്വസിക്ക്, ഇന്ന് പകൽ തുറക്കപ്പെടാൻ കഴിയാത്ത ഒരു വാതിലുമില്ല. യേശുവിനെ തുറക്കാൻ പറ്റാത്ത ഒരു വാതിലുമില്ല, ഒരു പൂട്ടുമില്ല. യേശുവിന്റെ വീട്ടിൽ എന്ത് തടസ്സമായി വെച്ചാലും ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, കർത്താവ് ഒരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതേപോലെ കർത്താവ് ഒരു വാതിൽ അടച്ചാൽ അത് ആർക്കും തുറക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പ്രിയ ദൈവമക്കളെ, പൂർണ്ണ ദൈവത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ പ്രാപിച്ചോ. എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോവുക. എന്റെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിൽ, ഇതുവരെ അടഞ്ഞു കിടക്കുന്ന വാതിലെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനകത്ത് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ആ വാഗ്ദത്തങ്ങളെ കുറിച്ച് കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ആ വാഗ്ദത്തങ്ങളെ അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ ഇന്ന് പകൽ ആ വാതിലിനെ ദൈവം തുടച്ചു മാറ്റാൻ പോവുക. ആ വാതിലിനെ തുറന്നു തരാൻ പോവുക. അതിനകത്തുള്ള വാഗ്ദത്തങ്ങളിലേക്ക് നീ നിന്റെ കുടുംബം പ്രവേശിക്കാൻ പോവുക. ഈ ദൈവസഭ പ്രവേശിക്കാൻ പോവുക. ദൈവത്തിന്റെ വാഗ്ദത്തം ഈ സഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോവുക. ദൈവമക്കളെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. തലമുറയിൽ വെളിപ്പെടാൻ പോവുക. നിങ്ങൾ വസിക്കുന്ന ദേശത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. ബന്ധുമിത്രാദികളുടെ മധ്യ ദൈവം നിന്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ പോവുക. നിന്റെ തലമുറകളെ അനുഗ്രഹിക്കാൻ പോവുക. അവൻ കൈവിട്ടെന്ന് പറയുന്നിടത്തുനിന്ന് യേശു നിന്റെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കാൻ പോവുക. പ്രിയ ദൈവമക്കളെ, വിശ്വാസത്തോടെ മുറുകി പ്രാർത്ഥിക്കോ. നീ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവരാ. ഞാൻ ദൈവത്തിന്റെ ജനമാ. ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവരാ. എന്റെ കർത്താവ് എനിക്കായി വഴി തുറക്കാൻ പോവുക. അതിനെ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ഇന്ന് ദൈവത്തിന്റെ വചനം എന്നോട് ഇങ്ങനെ വിളിച്ചു പറയുന്നത്, ദൈവത്തിന്റെ ദൂതൻ എന്നോട് ഇങ്ങനെ വിളിച്ചു പറയുന്നത്, ഇന്ന് ഉടയ്ക്കാൻ പോവുക. തടസ്സം എന്ന് പറയുന്ന വാക്ക് നിനക്ക് ഇവർക്ക് ഉടയ്ക്കാൻ പോവുക. ഇമ്പോസിബിൾ എന്ന് പറയുന്ന വാക്കിനെ പോസിബിളാക്കി ഇന്ന് പുറത്തു കൊണ്ടുവരുന്ന അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് ചെയ്യാൻ പോകണം. തലമുറ നോക്കി ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുക. തലമുറ അനുഗ്രഹപ്പെടുക. നിനക്ക് എവിടുന്ന വഴി തുറക്കുന്നത്? നീ ഇങ്ങനെ പോയാൽ എങ്ങനെ പോയാലാ? എന്റെ യേശുവിനെ മുറുകെ പിടിച്ച് ഞാൻ പോയാൽ ഞാൻ ഭയപ്പെടത്തില്ല. കാര്യം എന്റെ യേശു എനിക്ക് വേണ്ടി ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. എന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിലേക്ക് ആ ദൈവത്തിന്റെ ശക്തിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിനെ നേരത്തെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ദൈവശക്തിയിലെത്തി പകർന്നുകൊണ്ടിരിക്കുക. ഇന്ന് ദൈവമക്കളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുക. വിശ്വസിക്ക്. നിന്ദിച്ചവരും പരിഹസിച്ചവരുടെ മധ്യയിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ ഹൃദയത്തിൽ ഇന്ന് പകൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കുക. ആ ദൈവത്തിന്റെ ആലോചന ശക്തമേറിയ ദൈവത്തിന്റെ ആലോചന ഇന്ന് പകൽ ദൈവജനത്തിനകത്ത് വെളിപ്പെടുക. ദൈവത്തിന്റെ അത്ഭുതം എന്റെ ഫ്രണ്ടിൽ നടക്കുന്ന ഇരുമ്പ് ചെങ്ങലകൾ പോട്ടെ, കാലാകത്തിന്റെ കാലാകല വിളക്കിയതുപോലെ, അടിസ്ഥാനം ഇളകിയതുപോലെ എനിക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ എല്ലാ മുഖങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉടയട്ടെ. അവിടെ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാവട്ടെ. ദൈവത്തിന്റെ ദൂത് നിവർത്തിയാവട്ടെ. ദൈവത്തിന്റെ അത്ഭുതം നിവർത്തിയാവട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ തുറക്കുന്നു. കൃപയാൽ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ, ദൈവത്തിന്റെ സകല മഹത്വത്താൽ, ദൈവത്തിന്റെ സകല അനുഗ്രഹത്താൽ ദൈവം ഇന്ന് പകല് നമ്മളെ അനുഗ്രഹിക്കുന്ന ആഴ്ച. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചപ്പോൾ ദൈവത്തിന്റെ വചനത്തിനകത്ത് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. ഭൂമിയിൽ ദൈവജനം അനുഗ്രഹപ്പെടും.
ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ദൈവജനം അനുഗ്രഹപ്പെടും. കാരണം സ്വർഗത്തിന്റെ താക്കോല് അല്ലെങ്കിൽ ഭൂമിയുടെ സകല അധികാരത്തിന്റെ താക്കോൽ, സകല അധികാരവും കൊടുത്തിരിക്കുന്നത് നസറനായ യേശുവിനാണ്. കാര്യം പിതാവിന്റെ ഇഷ്ടം പുത്രനായ യേശു ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ഭൂമിക്കും സ്വർഗത്തിനും സകല അധികാരവും അത് കൊടുത്തു, യേശുവിന് കൊടുത്തു. എങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്യുന്ന വ്യക്തികളായി നമ്മൾ ഓരോരുത്തരും മാറിക്കഴിഞ്ഞാൽ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മഹത്വം അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്ന എന്തെന്നും തിരിച്ചറിഞ്ഞു ആ ക്രിസ്തു യേശുവിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നമ്മൾ ഭൂമിയിൽ അനുഗ്രഹപ്പെടും. അത് മാത്രമല്ല സ്വർഗത്തിലും അതിന്റെ അനുഗ്രഹം ദൈവം തരും. രണ്ടിടത്തും അവകാശം ആര് തരും? കർത്താവ് തരും. കർത്താവ് തരും. പിതാവിന്റെ ഇഷ്ടം പുത്രൻ ചെയ്തു, പുത്രന്റെ ഇഷ്ടം നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായി ആ ദൈവത്തിന്റെ വാഗ്ദത്തം ആര് തരും? സ്തോത്രം. പുത്രന്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവം നമുക്കൊരു കാര്യസ്ഥനയോട് തന്നിട്ടുണ്ട്. എന്തുവാ? പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവിനെ ആ ശക്തിയാലാണ് നമ്മൾ പ്രാപിക്കുന്നത്. യേശുപതൻ പിതാവിന്റെ വാക്കിനാണ്, പിതാവ് പറഞ്ഞിരിക്കുന്ന വാക്കിനെ പാലിക്കുവാനാണ് ആര് വന്നത്? യേശുപതൻ വന്നെങ്കിൽ യേശുപതൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവമക്കളായ നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു ശക്തിയോട് തന്നിട്ടുണ്ട്. അതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? കർത്താവിന്റെ വാക്കുകളെ പാലിച്ച് ജീവിച്ചു കർത്താവിൽ നമ്മൾ പ്രാപിക്കുന്നത്. അപ്പൊ ഭൂമിയിൽ ദൈവജനം അനുഗ്രഹപ്പെടും. ഭൂമിയിൽ അനുഗ്രഹപ്പെടുമെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് സഭാഹോട് ദൈവം തരും, നമുക്ക് ഭവനം ദൈവം തരും, ജോലി ദൈവം തരും, നന്മ ദൈവം തരും, ശേഷിപ്പ് ദൈവം തരും, ഒരു സേവിങ് ദൈവം തരും, എല്ലാം ആര് തരും? കർത്താവ് തരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ ഇഷ്ടം ചെയ്യണം, യേശു ക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്യണം. പിതാവിന്റെ ഇഷ്ടത്തിൽ നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ ആര് മാറിയില്ല? യേശുപതൻ മാറിയില്ല. അതേപോലെ തന്നെ യേശുപതന്റെ ഒരു ഇഷ്ടത്തിനും അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ആര് മാറല്ലേ? നമ്മൾ ഓരോ ദൈവമക്കളും മാറരുത്. ദൈവമക്കൾ എന്ന് പറയുന്ന ഒരു വലിയ വിളിക്ക്, ഒരു വലിയ യോഗ്യത ദൈവം നൽകിയാണ് നമ്മളെ വിളിച്ചെങ്കിൽ നിശ്ചയമായി ദൈവം നമ്മളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. സ്തോത്രം. അനുഗ്രഹിക്കും. അപ്പോഴ് ഭൂമിയിൽ അനുഗ്രഹപ്പെടാതിരിക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? അനുഗ്രഹപ്പെടും. നമ്മൾ ഭൂമിയിൽ അനുഗ്രഹപ്പെടാതുള്ള പ്രതികൂലം വരുമ്പോൾ നേരത്തെ സ്തോത്രം അഭിജിത്ത് പ്രിയ പൈതല് വായിച്ച വചനം, സ്തോത്രം യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് വായിച്ച വചനം എന്തുവാ? പ്രതികൂലം മാത്രമല്ല, കഷ്ടം മാത്രമല്ല, നിനക്ക് എന്തുണ്ട്? ഒരു അനുഗ്രഹോട് നീ വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രതികൂലം മാത്രമല്ല, ക്രിസ്തുവിനെ കണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രതികൂലം മാത്രമല്ല വെച്ചിരിക്കുന്നത്, അനുഗ്രഹമുണ്ട്. അതിന്റെ അർത്ഥം എന്തുവാ? ഭൂമിയിൽ നീ ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും പ്രയാസത്തിന്റെ മധ്യയിലും നീ പുറുപുറുക്കല്ലേ. അയ്യോ എന്നെ ദൈവം കൈവിട്ടെന്നൊരു വാക്ക് നീ ഉപയോഗിക്കല്ലേ. ദൈവം പറയുക, നിന്നെ ദൈവം കൈവിടാനല്ല വിളിച്ചിരിക്കുന്നത്, കൈവിട്ടൊരവസ്ഥയിൽ ദൈവം നിന്നെ കൈ ചേർത്ത് വിളിച്ചത്. കൈ പിടിച്ച് ചേർത്ത് വിളിച്ചത്. ആ വിളിച്ച ദൈവത്തിന് നിന്നെ കുറിച്ച് എന്തുണ്ട്? അനുഗ്രഹിക്കുവാൻ ഒരു പദ്ധതിയുണ്ട്. അനുഗ്രഹിക്കാനാണ് വിളിച്ചത്. നമ്മളെ ആരെയും ശപിക്കാനല്ല ദൈവം വിളിച്ചാണോ? ശാപത്തിൽ കടന്നവരായിരുന്നു നമ്മൾ. ശാപത്തിൽ ദൈവം വിളിച്ചതിന് വേണ്ടിയാ അനുഗ്രഹിക്കുവാൻ. സ്തോത്രം. ഒരു വാക്യം നമുക്ക് വായിക്കാം. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഒരാൾക്കൊന്ന് ശബ്ദം ഉയർത്തി വായിക്കാം. സ്തോത്രം. യേശു ഒരു വീടിനകത്ത് ഉണ്ടെന്ന് ജനം അറിഞ്ഞപ്പോൾ ജനം മുഴുവനും ഒന്ന് കൂടി. യേശുവിന്റെ വിടുതലിന് വേണ്ടി, അത്ഭുതത്തിന് വേണ്ടി, യേശുവിന്റെ സ്നേഹം അനുഭവിക്കുവാൻ വേണ്ടി എന്ത് ചെയ്തു? ജനം മുഴുവനും എന്ത് ചെയ്തു? വന്ന് കൂടി. അവിടെ ഒരു പക്ഷവാതക്കാരനെ 4 പേർ ചേർന്നുകൊണ്ട് വരുവോ. പക്ഷവാതക്കാരൻ എന്ന് പറഞ്ഞാൽ തളർന്നു കിടക്കുന്നവൻ, കട്ടിലെ കിടക്കുന്നവൻ, ഒന്നിനും കൊള്ളാത്തവൻ, ഒന്നിനും ജീവനുള്ളത് മാത്രമേ ഉള്ളൂ, ശരീരത്തിനകത്ത് ജീവനുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനും കൊള്ളത്തില്ല. അവൻ കട്ടിലെ കിടക്കുക. അവനെ സ്വന്തമായിട്ട് പറയാൻ അറിയത്തില്ല, ചെയ്യാൻ അറിയത്തില്ല, ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. തളർന്നുപോയി. അവനെ ആരെടുത്തോണ്ട് വരുക? 4 പേർ എടുത്തോണ്ട് വരുക. 4 പേരുടെ വിശ്വാസം അവിടെ വെളിപ്പെടുത്തുക. കാര്യം എന്തുവാ? 4 പേർക്ക് അറിയാം യേശുവിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചാൽ ഇവന്റെ രോഗബന്ധനം അഴിയും. ഇവനെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബന്ധനത്തിൽ നിന്ന് അവന് ചെയ്യാൻ പറ്റും? പുറത്തു വരാൻ പറ്റും. സ്തോത്രം. പുറത്തു വരാൻ പറ്റും. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം ദൈവമക്കളെ. സ്തോത്രം. ദൈവത്തിന്റെ ദൂത് എല്ലാം അനുസരിക്കുന്നവർ, കേട്ട ഉടനെ അനുസരിക്കുന്നവർ, അവരെ നിശ്ചയമായി ആരനുഗ്രഹിക്കും? ദൈവം അനുഗ്രഹിക്കും. എങ്കിൽ
ഭൂരിപക്ഷം പേര് ദൈവത്തിന്റെ ദൂത് കേൾക്കുന്നവരാ, പക്ഷെ എന്ത് ചെയ്യത്തില്ല, അനുസരിക്കത്തില്ല. സ്തോത്രം, അനുസരിക്കുന്നത്. ഞാൻ താമസിക്കുന്ന ഭവനത്തിനകത്ത് തന്നെ 2 പേരുണ്ട്. അവർ സഹോദരങ്ങളാണ്. സ്തോത്രം, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഒരാള് കൊച്ചുവച്ചൻ കുടുംബവും അതുപോലെ ബാബുച്ചാൻ കുടുംബവും, അവർ സഹോദരങ്ങളാണ്. പക്ഷെ ഇവരിലുള്ള ഒരു വലിയൊരു ക്വാളിറ്റി ഞാൻ കണ്ടത്, ദൈവം എന്തെങ്കിലും ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ ദൈവം എന്തെങ്കിലും ഇവരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇവരത് അന്ന് മുതൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. അവർ അന്ന് മുതൽ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച ചിലപ്പം ദൈവം ദൂത് പറഞ്ഞ ചിലപ്പോൾ നമ്മൾ മറന്നുപോയാലും അവര് മറക്കത്തില്ല. നമ്മൾ മറന്നുപോയാലും അവര് മറക്കത്തില്ല. അന്ന് മുതൽ പ്രാർത്ഥിക്കും. അതുകൊണ്ട് എന്തുവാ, അധികം ദിവസങ്ങൾ പോവാതെ തന്നെ അവരുടെ തലമുറയ്ക്ക്, അവരുടെ കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ഭവനത്തിനകത്തെല്ലാം ആ ദൂത് നിവൃത്തിയാക്കി കൊടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ദൈവം അവരുടെ ജീവിതത്തിനകത്ത് നിവൃത്തിയാക്കുന്നതിന്റെ ഏറ്റവും വലിയത് അവരുടെ ക്വാളിറ്റി ഇതാണ്. എന്തുകൊണ്ട് ദൈവം അവരുടെ ജീവിതത്തിനകത്ത് അവര് വന്നത്, അയ്യോ അന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ അന്ന് ദൈവം പറഞ്ഞൊരു ആലോചന ഇതായിരുന്നു, ദൈവം ഇപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിനെ തന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറയ്ക്ക് തന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുമ്പോൾ നമ്മൾ ദൈവത്തെ വീണ്ടും സ്തുതിക്കും. കർത്താവേ, ദൈവം പറഞ്ഞത് ഒരു വാക്ക് പോലും മാറിയില്ല ദൈവം അവരുടെ ജീവിതം. അപ്പോഴും അവർക്ക് ദൈവമേ, ഒരു വാക്ക് പോലും മാറാതെ അവരുടെ ജീവിതത്തിനകത്ത് ദൈവം എങ്ങനെയാണ് ചെയ്യുന്നതിന്റെ കാര്യം, അപ്പോഴാണ് ദൈവം അവരോട് പറഞ്ഞ് അവര് പറഞ്ഞുകൊടുന്നത് അത് ഏറ്റെടുത്തു. അവരപ്പഴം മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനായിട്ട് അവർ ഒരുക്കപ്പെടാൻ തുടങ്ങി. അതും കൊണ്ട് നന്മയും. ചിലവരെന്തുവാ, ഇത് പറഞ്ഞാൽ കേൾക്കാനല്ല ഭയങ്കര ഇഷ്ടമാണ്, കേട്ട് കഴിഞ്ഞിട്ട് നീ അവരുടെ ഇഷ്ടമനുസരിച്ച് നീ അവർക്ക്, എന്നിട്ട് ഈ ദൂതിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, അനുഗ്രഹം പ്രാപിക്കത്തില്ല, അത്ഭുതം കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ദൂതിനെ പ്രകാരം പോണം. ഏത് കഷ്ടം വന്നാലും പ്രതികൂലം വന്നാലും ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകല് ദൈവത്തിന്റെ ദൂതാ പറയുന്നത്, ദൈവം എന്നെയും എന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്റെ തലമുറയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മനുഷ്യനല്ല പറഞ്ഞത്. ഇന്നും നാളെ മാറിപ്പറയുന്ന മനുഷ്യനല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്നും നാളെ മാറിപ്പോകുന്ന നേതാക്കന്മാരല്ല പറഞ്ഞിരിക്കുന്നത്. എന്റെ യേശുവാ പറഞ്ഞിരിക്കുന്നത്. എന്റെ യേശു ആരാ? സ്വർഗത്തിന്റെ മേലും ഭൂമിക്കും അധികാരി, സകലത്തിന്റെ താക്കോൽ, സകലത്തിന്റെയും യജമാനൻ, സകലത്തിന്റെയും സൃഷ്ടിച്ചവൻ, സൃഷ്ടാവാ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇന്നും നാളെ മാക്ക് മാറ്റി പറയുന്ന മനുഷ്യനല്ല. ആ മനുഷ്യനല്ല, ബന്ധുവോ സ്വന്തക്കാരനോ അല്ല പറഞ്ഞിരിക്കുന്നത്. എന്നോട് പറഞ്ഞിരിക്കുന്നത് നസറനായ യേശുവ. എന്റെ തലമുറയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എന്റെ ഭവനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എന്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്റെ യേശു ആണെങ്കിൽ നിശ്ചയമായി എന്റെ യേശു അത് തരും. അത് വിശ്വസിച്ചോണം. അതിന്റെ ഇടയ്ക്ക് പ്രതികൂലം വരും, പ്രയാസം വരും. ഇതെല്ലാം മടുപ്പിച്ച് നിന്നെ ഒരു മടിയനാക്കാൻ ആര് നോക്കും? പിശാച് നോക്കും. അവിടെ നീ തളർന്നു പോവല്ലേ. നമ്മളെന്ത് ചെയ്യും? മടിയനാവുന്നതനുസരിച്ച് നമ്മളെന്ത് ചെയ്യും? പിശാചിന്റെ മേലിലോട്ട് ഇതാ കിട്ടുള്ളൂ. ഓ, ആ പിശാചിന്റെ ബന്ധനമാണ്. ആ പിശാചിന്റെ ബന്ധനം എങ്ങനെയാ വന്നത്? നീ മടിയനായപ്പോഴാ വന്നത്? അത് പറയത്തില്ല. പറയൂ? നമ്മൾ പറയത്തില്ല. പാസ്റ്റർമാരും ചില വിശ്വാസികളും പറയത്തില്ല. അവരെല്ലാം കൊണ്ട് നാട് തലയിട്ട് കൊടുക്കുക. പിശാചിന്റെ തലയിട്ട് അവര് പറയത്തില്ല. അവരെ കൊണ്ട് അത് മാത്രം അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് അവരുടെ കാര്യം പറയുന്നത് ഇഷ്ടമല്ല. ഞാൻ മടിയനായോണ്ടാ ഇത് വന്നതെന്ന് പറയാൻ ഇഷ്ടമല്ല. ഞാൻ ഉണർന്നിരുന്നായിരുന്നെങ്കിൽ ഇത് വരത്തില്ലായിരുന്നു. കർത്താവ് ശിഷ്യന്മാരോട് എന്തു പറഞ്ഞേ? കർത്താവ് വിളിക്കപ്പെടുന്ന രാത്രി കർത്താവ് എന്ന് പറഞ്ഞേ 3 വട്ടം വന്ന് പറഞ്ഞു, ഉണർന്നിരുന്ന് പറഞ്ഞു. പരീക്ഷയിൽ അകപ്പെടാൻ പോവുക. അവരുടെ തന്നെ ഉണർന്നിട്ട് നമ്മളെ പോലെ ഒരു കൽപ്പയിൽ കർത്താവ് യേശുവിനെ നോക്കി കൽപ്പിച്ചു, സ്വത്രം. യേശുവിനെ പോയി കഴിയുമ്പോൾ പിന്നെ ഉറക്കം. നമ്മളെ പരിപാടി ഇതാ. ദൂത് കേൾക്കുമ്പോ ഭയങ്കര ഉണർവാ. ദൂത് കേട്ട് കുറച്ച് കഴിയുമ്പോഴേ പിന്നെ ലോകപരമായി ചേർന്ന് ലോകത്തിന്റെ ചിന്തകളായി. നീ ആരാ? ദൂത് കേട്ടവനാ. ദൂത് കേൾക്കണമെങ്കിൽ നീ ആരാ? ദൈവത്തിന് സംതിങ് സ്പെഷ്യൽ വ്യക്തിയാ. നീ ദൈവത്തിന് സംതിങ് സ്പെഷ്യൽ വ്യക്തിയാ. ഇന്ന് പകലോർത്തോണം. ഇന്ന് പിശാചിനോട് നോക്കി പറ, നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, തലമുറക്കെതിരെ നിൽക്കുന്ന പിശാചിനോട് പറ, ഞാൻ യേശുവിന് സംതിങ് സ്പെഷ്യലായ വ്യക്തിയാ. എന്നെ തൊടാൻ നിനക്ക് പറ്റത്തില്ല. നിന്റെ പ്ലാനിനോ പദ്ധതിക്കോ എന്നെ തൊടാൻ പറ്റത്തില്ല. എന്നെ തളർത്തുവാൻ കഴിയത്തില്ല. ഒരു രോഗം കൊണ്ടുവന്നു, ഒരു ക്ഷീണം കൊണ്ടുവന്നു, ഒരു സാമ്പത്തിക പ്രതികൂലം കൊണ്ടുവന്നു, ഒരു പ്രയാസം കൊണ്ടുവന്നു, ഒരു അപമാന വാക്ക് കൊണ്ടുവന്നു, എന്നെ തൊടാൻ പറ്റത്തില്ല. കാര്യം ഞാൻ സംതിങ് സ്പെഷ്യലാ. നമ്മോട് പറയുമ്പോഴേ പിശാചിന് മനസ്സിലാവും
നടക്കത്തില്ല, ഇവിടെ പരിപാടി നടക്കുന്നത്. പിശാച് യേശുവിനെ വരെ പരീക്ഷിക്കാൻ വന്നതാ. അതിനപ്പുറമൊന്നുമല്ല നമ്മളെയും പരീക്ഷിക്കും. പക്ഷെ യേശുവിനെ വചനത്താൽ ജയിച്ചു. അതേ മാതൃകയെ കർത്താവ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് സ്തോത്രം അവസാന നിമിഷം കർത്താവ് യേശുവിനെ കാൽവരി ക്രൂശിലായപ്പോഴും കാൽവരി ക്രൂശിൽ വരുന്നതിന് മുമ്പേ കർത്താവ് കരഞ്ഞു പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റണേ. കർത്താവിന് വേദന അനുഭവിക്കാൻ വയ്യ, വേദന അനുഭവിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ എന്തുവാ? യേശുവിന് പോലും വേദന സഹിക്കാൻ താല്പര്യമില്ല. യേശുവിനെ പറഞ്ഞു, അയ്യോ കഴിയുമെങ്കിൽ മാറ്റും. അന്നത്തെ കർത്താവ് പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടമല്ല. നമുക്ക് ഇടയ്ക്കൊരു നടുവേദന വരുന്നത് നല്ലതാ, തലവേദന വരുന്ന നല്ല, തലയുണ്ടെന്നല്ല മനസ്സിലാവുമല്ലോ. കൈവേദന വരുമ്പോ ആ കൈ ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ. അത് കൈ ഉണ്ടായത് കൊണ്ടാ എന്റെ ദൈവം എനിക്ക് സൗഖ്യം തന്നേന്ന് മനസ്സിലാക്കുമല്ലോ. ഇടയ്ക്കെല്ലാം ചില രോഗം വരുന്നത് നല്ലതാ. എന്തിനാ? ചിലത് വരുമ്പോഴേ നമ്മൾ മനസ്സിലാവും, അയ്യോ നടുവെല്ലാം നമുക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നടുവെല്ലാം സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ മറന്നു. ഞാൻ പറയുന്നത് എങ്ങനെയാ? ഇടയ്ക്കെല്ലാം ചിലപ്പോ നടുവേദന എല്ലാം വരണം, ചിലപ്പോ ഇടയ്ക്കൊക്കെ കാലെന്ന് പോകണം. അപ്പോഴാ കാലിന്റെ വില അറിയോ? ഒരു കാലില്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് അറിയുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ചില ദിവസം വേദന വരണം, പനി വരണം, ജ്വരം വരണം, എല്ലാം വരണം. അപ്പോഴെന്റെ യേശു എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് വിടുതൽ തരുന്നതും എനിക്ക് അനുഭവിക്കാൻ പറ്റും. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഞാൻ സൗഖ്യമാക്കിയല്ലോ. അതിന്റെ അർത്ഥം എന്തുവാ? എന്റെ യേശു എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു, എന്റെ യേശു എത്രമാത്രം എന്നെ കരുതുന്നു. സ്തോത്രം. അറ്റാക്ക് വരുന്നെങ്കിൽ ഓർത്തോ, നെഞ്ചിന് വേദന വരുന്നെങ്കിൽ ഓർത്തോ, നെഞ്ചിനകത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഹൃദയത്തിനകത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ ഹൃദയത്തിനകത്ത് അങ്ങനെ സ്തംഭിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. കാര്യോ വാഗ്ദത്തം എന്റെ മേൽ കിടക്കുക, അങ്ങനെ അങ്ങ് സ്തംഭിക്കാൻ പറ്റുമോ? സമ്മതിപ്പിക്കത്തില്ല. എന്റെ യേശുവിനെ പുറത്തു കൊണ്ടുവരും. ഈ വേദന മാറ്റുവാൻ ദൈവത്തിന് കഴിയും. കാരണം എന്റെ മേൽ വാഗ്ദത്തം പറഞ്ഞിരിക്കുന്ന യേശു. ആ വാഗ്ദത്തം ഞാനും എന്റെ കുടുംബം അനുഭവിക്കാനുണ്ട്, എന്റെ തലമുറ അനുഭവിക്കാനുണ്ട്. വാഗ്ദത്തം കിട്ടിയ പ്രിയ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക, ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക, ദൈവത്തിന്റെ ദൂത് പറയുക, ദൂത് പറയുക. വാഗ്ദത്തമുള്ള നിന്നെ തൊടാൻ ഒരു പിശാചിനും കഴിയത്തില്ല, ഒരു ആചാരത്തിനും കഴിയത്തില്ല, ഒരു ശത്രുന്റെ പ്രാണിനും കഴിയത്തില്ല. നീ വാഗ്ദത്തം പ്രാപിച്ചവരാ, നീ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവരാ. ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവരാ, യേശുവിന് പ്രാധാന്യപ്പെട്ടവരാ. എന്നെ ബന്ധിക്കുവാൻ കഴിയത്തില്ല, എന്നെ ബന്ധിക്കുവാൻ കഴിയത്തില്ല, എന്നെ ബന്ധിക്കുവാൻ കഴിയത്തില്ല, എന്നെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. ഞാൻ പുറത്തു വരും, ഞാൻ തലമുറയും അനുഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞാൻ ഒരു കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞുതരാം. മാനുഷികമായ ജഡപ്രകാരമുള്ള മാനുഷ്യ ബുദ്ധി പ്രകാരമുള്ള മെസ്സേജ് പറച്ചിലുണ്ട്. അത് ആർക്ക് ഇഷ്ടപ്പെടും? മാനുഷികമായ ബുദ്ധിപ്രകാരം ഇരിക്കുന്നവർക്ക് പ്രയോജനപ്പെടും. ആത്മാവിൽ ഇരിക്കുന്നവൻ അത് എന്ത് ചെയ്യത്തില്ല? പ്രയോജനപ്പെടത്തില്ല. ആത്മാവിൽ ഇരിക്കുന്നവൻ അത് പ്രയോജനപ്പെടത്തില്ല. അതേപോലെ തന്നെ മാനുഷ്യമായി ചില ദൂത് പറയും. അത് മാനുഷ്യമായി ഇരിക്കുന്നവന് അത് സുഖമായിട്ട് തോന്നും, പക്ഷെ അതൊന്നും എന്ത് ചെയ്യത്തില്ല? പ്രയോജനപ്പെടത്തില്ല. ആത്മാവിലായിരിക്കണം ദൈവദൂത് വെളിപ്പെടാവുന്നത്, ആത്മാവിലായിരിക്കണം പ്രസംഗം വെളിപ്പെടുന്നത്, ആത്മാവിലായിരിക്കണം വാക്കുകൾ വെളിപ്പെടുന്നത്. ചിലപ്പം ഒരുപാട് സമയം പ്രാർത്ഥിക്കുന്നവരാകും, പക്ഷെ അവര് വ്യക്തിപരമായി അവർ ഒരുപാട് സമയം പ്രാർത്ഥിക്കുന്നു, പക്ഷെ പുറത്തു വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവരുടെ പ്രാർത്ഥനയ്ക്കകത്തൊന്നുമില്ല, പവർ കാണത്തില്ല. പക്ഷെ അവർ ഒരുപാട് സമയം പ്രാർത്ഥിക്കുന്നവരാ, അവരുടെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി ആര് കൊടുക്കും? കർത്താവ് കൊടുക്കും. ചിലവർക്ക് സ്വന്തം പ്രാർത്ഥിക്കാൻ ഭയങ്കര കഴിവായിരിക്കും. അവര് വന്നൊരു വാക്ക് പറഞ്ഞ അഭിഷേകം വെളുക്കും. കാര്യം അവർ ആത്മാവിലാണ് നിൽക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവിലാണ്. ആ കുടുംബത്തിന് അത് പ്രയോജനപ്പെടും. അതേപോലെ ചിലവർക്ക് പ്രവചിക്കാൻ കാണും, ചിലവർക്ക് വെളിപ്പാടുകൾ. ഓരോ ശുശ്രൂഷയും ഓരോന്നിനും നല്ലതാണ്. ഈ പ്രാർത്ഥിക്കുന്നവരുള്ളത് കൊണ്ടാണ്, ഈ ഒരുപാട് സമയം പ്രാർത്ഥിക്കാനിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ദേശത്തിനകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യാപരിക്കുന്ന ശക്തി പുറത്തു കൊണ്ടുവരുന്നത് വേറെ വ്യക്തിയായിരിക്കും. ദൈവം അതാ ഓരോരുത്തർക്കും ഓരോന്നായിട്ട് എഴുതി കൊടുക്കുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ പോയി, പിന്നെ കുടുംബ സ്വത്തായി പോകും. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അങ്ങ് നീളം വരും, ഞാനാ വലിയവൻ, ഞാനാ വലിയ, എനിക്കെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരിക്കലും ദൈവം എന്ത് ചെയ്യും? ഓരോ സ്റ്റെപ്പായിട്ടേ കൊടുക്കും. ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട് കർത്താവ്, ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷ സ്തോത്രം. ഞാൻ ഒരു എടുക്കാം. അതിന്റെ കൃപാവരങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്ന ഒരു ഭാഗങ്ങളുണ്ട്. സ്തോത്രം.
ആ കൃപാവരങ്ങളെ കുറിച്ച് ഒരു ദിവസം എടുക്കാം സമയമുള്ളപ്പോൾ. ഇന്നിപ്പോ അതിലേക്ക് പോകുന്നില്ല. ഇന്ന് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരാം. സ്തോത്രം. ദൂത് കേട്ട് ഏറ്റെടുക്കുന്നവന് വിടുതൽ. ദൂത് കേട്ടിട്ട് ഏറ്റെടുക്കാതിരുന്ന വിടുതൽ കിട്ടത്തില്ല. നീ ദൂത് കേൾക്കുന്ന അടുത്തേക്ക് ആര് കൊണ്ടുവരും? കർത്താവ് കൊണ്ടുവരും. കർത്താവ് കൊണ്ടുവരും. നമ്മളെ ദൈവമക്കളെ ഒന്നും സ്തോത്രം, ദൈവം ഏത് സ്ഥാപനത്തിൽ എവിടെ ജോലി ചെയ്താലും തോറ്റ് അവിടുന്ന് ഇറങ്ങിപ്പോത്തില്ല, ജയിച്ചേ ഇറങ്ങി വരത്തുള്ളൂ. നമുക്ക് തന്നെ ആശ്വാസം. നമ്മൾ കളയുന്നതും നമ്മളെ കളയുന്നതായിട്ട് വ്യത്യാസമുണ്ട് ഇല്ലേ? സ്തോത്രം. പൊന്നുവിന് ദൈവം അതാ കൊടുത്തത്. ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് സ്തോത്രം, സന്തോഷിക്കുക. ആ ശമ്പളത്തിന് ആ ശമ്പളം എല്ലാം വെറും ഒരു കോണായി ശമ്പളം, അതൊന്നും അല്ല. അതിന്റെ എല്ലാം 10 ഇരട്ടിയാ മേടിക്കാൻ പോകുന്നത്, ദൈവം തരാൻ പോകുന്നത്. സ്തോത്രം. അതൊന്നും ദൈവത്തിന് വിഷയമേ അല്ല. അതുപോലെ കെങ്രീഷിന്റെ സാക്ഷ്യം കേട്ട്, ഞെട്ടിക്കുന്ന സാക്ഷ്യമല്ലേ കേട്ട് സ്തോത്രം, ശൂന്യാവസ്ഥയെ പണിയുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. നമ്മളവർക്ക് അയ്യോ എങ്ങനെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തെ സന്തോഷിക്കുന്ന ഒരു കാര്യം ഈ കൊറോണ സമയത്ത് സന്തോഷിക്കുന്ന കാര്യം നോക്കുക. വട്ടപൂജ്യം, എല്ലാവരും വട്ടപൂജ്യം, ആരടുത്തും ചോദിക്കാനില്ല, എല്ലാവരും കൈമലർത്തി. പക്ഷെ എന്തെങ്കിലും ഒന്നിന് കുറവ് വന്നു. ആഹാരത്തിന് കുറവ് വന്നു, തുണിക്ക് കുറവ് വന്നു, സമാധാനത്തിന് കുറവ് വന്നു. എനിക്കൊന്ന് അന്നായിരുന്നു സമാധാനം കൂടിയെന്നോ അല്ലയോ, സന്തോഷം കൂടിയെന്നോ. കാര്യം എന്തുവാ? കൊറോണ ഒന്ന് തീർന്ന് സ്തോത്രം. അന്ന് ഞാനൊരു വീട്ടിൽ ഇരിക്കുമ്പോഴേ ഒരാൾ വന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഞാൻ ഓർത്ത് പുള്ളിയുടെ ആഗ്രഹം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. വിഷമമായി പോയി, എനിക്ക് സ്തുതിക്കാനും പറ്റില്ല. ഞാൻ ഓർത്തയ്യോ പുള്ളിയുടെ ആഗ്രഹമില്ലേ മാനിച്ചു. പുള്ളി വന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. എന്തുവാ? ദൈവമേ, ഞങ്ങൾ എന്നാ കർത്താവേ പഴയ പോലെ കുറെ പേര് കൂടുന്ന ഒരു കല്യാണം കൂടുന്നത്. എന്നാ കർത്താവേ ഞങ്ങൾ പഴയ പോലെ കുറെ പേര് ഒന്നിച്ചിരുന്ന് ആരാധിക്കുന്നു എന്ന് കർത്താവേ. ആദ്യം കല്യാണം എല്ലാം വന്നത് കേട്ടോ, പിന്നെ ഈ ആരാധന വന്നത്. സ്തോത്രം. പുള്ളിയുടെ ആഗ്രഹം പഴയ പോലെ വല്ല നടക്കുമോ കർത്താവേ, ഇനി പഴയ പോലെ ഉണ്ടാവുമോ കർത്താവേ. നമ്മൾ എങ്ങനെങ്കിലും കർത്താവ് വന്നാൽ വേഗത്തിൽ പാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുക, എങ്ങനെങ്കിലും ഒരുക്കപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പഴയ പോലെ വന്നാൽ മതി. കാര്യം ഞാൻ ഓർത്തി പാവപ്പെട്ടവര് ഭയങ്കര ആഗ്രഹം പഴയ പോലെ നന്മ. അപ്പൊ പുള്ളിക്കാരനെ അന്ന് മനസ്സിനകത്ത്, ചെറുപ്പക്കാരനാ, അന്ന് മനസ്സിനകത്ത് പുള്ളി എന്തിട്ട് എന്തുവാ പഴയ പോലെ ഒന്നും നടക്കത്തില്ല. നടന്നോ? 2 വർഷം കഴിഞ്ഞപ്പോ അതെല്ലാം കഴിഞ്ഞു, പഴയതിനും ഇരട്ടിയായിട്ട് എന്ത് ചെയ്തു? നമ്മൾ ആൾക്കാർ കൂടാൻ തുടങ്ങി. ആ പഴയ പോലെ ഇരട്ടിയായിട്ട് സന്തോഷം കൂടാൻ തുടങ്ങി. എല്ലാ രീതിയിലും കൂടി. ദൈവം വെച്ചിട്ടുണ്ട്, എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എന്റെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ എന്തിന്റെ ആരംഭം എന്ന് പറഞ്ഞിട്ടുണ്ട്. നീ അതിനെ നോക്കിയാൽ മതി. പക്ഷെ നീ എന്തിന്റെ ആരംഭവും അവസാനം നോക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. നിന്നെ വിളിച്ച നാൾ മുതൽ നീ വിശ്വസ്തയോട് നിൽക്കുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? വിശ്വസ്തത ആർക്ക് വേണ്ടി ജീവിച്ചാൽ മതി? ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ മതി. നമുക്ക് വിശ്വസ്തത ആരോടുണ്ടാവണം? ദൈവത്തോടുണ്ടാവണം. ദൈവത്തോട് വിശ്വസ്തത ഇല്ലാത്തവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ഞാൻ സ്തോത്രം ഒരു വാക്കുകൾ ഞാൻ പറഞ്ഞോട്ടെ ദൈവമക്കളെ. എന്റെ കാര്യത്തിനകത്ത് ഞാൻ പറയാം, എനിക്ക് സ്വന്തവും ബന്ധങ്ങളോ ഒന്നും എനിക്കൊരു ബന്ധവുമില്ല. ആരുമായിട്ടും എനിക്കൊരു ബന്ധവുമില്ല. എന്റെ സ്വന്തക്കാരെ എന്റെ ബന്ധം എന്നെല്ലാം പറയുന്നത് എന്റെ സഭയെ, എന്റെ ദൈവമക്കള്, എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഈ സഭ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ സഭയെ അനുഗ്രഹിക്കണമെന്ന് പറയുന്ന ദൈവമക്കളെ എന്റെ ബന്ധവും സ്വന്തവും എന്റെ സുഹൃത്തും എന്റെ എല്ലാം നിങ്ങളാണ്. അതിനകത്ത് പറയുന്നതിനകത്ത് എനിക്കൊന്നുമില്ല. സ്തോത്രം. അതറിയണമെങ്കിൽ എന്റെ ബന്ധുക്കളായിട്ട് സ്വന്തക്കാരെ കാണുമ്പോൾ പറയണം, എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ ഞാൻ ചെല്ലത്തില്ല. സ്തോത്രം. എനിക്കൊരു ബന്ധവും ഇല്ല അവരുമായിട്ട്, എനിക്കൊരു കാഴ്ചപ്പാടുമില്ല. കാര്യം എന്തുവാ? 3-4 പെന്തിക്കോസ്തിൽ ജനിച്ചു വളർന്നവരാ. അവർക്ക് ആരുമായിട്ട് ബന്ധമില്ല. അവർക്ക് പുറമെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ആൾക്കാരാ, പക്ഷെ അകമേ ആരുമായിട്ടില്ല, ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ഞാൻ എവിടെയും പരസ്യമായിട്ട് പറയും. ദൈവമായിട്ട് അവർക്ക് ഒരു പുറത്തവരും സഭയിലായാലും എല്ലായിടത്തും ഏറ്റവും ടോപ്പിൽ അവരിയ്ക്കുന്നത്. അവർ എല്ലാ സ്ഥാനത്തും, പണമായാലും എല്ലാ സ്ഥാനത്തും അവർ ടോപ്പില. അതെന്റെ അപ്പനായാലും എന്റെ അമ്മയായാലും എന്റെ സഹോദരനായാലും എനിക്ക് ഒരു അറ്റാച്ച്മെന്റും ഇല്ല. കാര്യം എന്തുവാ? എനിക്ക് അറ്റാച്ച്മെന്റ് ഉള്ളത് കാര്യം എന്തുവാ? എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞതാ, എന്നെ എല്ലാവരും വെറുത്തതാ. പക്ഷെ അന്ന് എന്നെ ചേർത്ത് പിടിച്ച് ഒറ്റ ഒരാളാ, അത് യേശു കർത്താവ്. ആ യേശു കർത്താവ് മാത്രമേ എനിക്ക് ഉണ്ടാവത്തുള്ളത്. എനിക്ക് പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ യേശുവിനെ നോക്കി ഓടുന്നത്. അല്ലെങ്കിൽ ഈ ബന്ധവും സ്വന്തത്തെ എല്ലാം നോക്കി ഓടാം. ഇവരുടെ അടുത്തെല്ലാം ചെന്ന് കഴിഞ്ഞാൽ എന്റെ പല കാര്യങ്ങളും ഇവർ എനിക്ക് ചെയ്തു തരാൻ തയ്യാറാ. ഇവൊന്ന് ഉടഞ്ഞു വരട്ടെ, ഇവനൊന്ന് തലകുണിയട്ട് തരും. ഞാൻ ഒരിക്കലും തലകുണിയത്തില്ല. കാര്യം എന്തുവാ? എന്നെ വിളിച്ചത് നിനിയൊന്നും അല്ല, നിന്റെ അപ്പൂപ്പന്മാരല്ല വിളിച്ചത്. എന്നെ വിളിച്ചത് നസ്രനായ
ദൈവമായ യേശുപത്തിന് ഒരിക്കലും ഉപേക്ഷിക്കാത്തൊരു ദൈവം, ഒരിക്കലും കൈവിടാത്ത ദൈവം. ആ കൈവിടാത്ത ജീവനുള്ള യേശുവിനെ ഞാൻ വിളിച്ചറിഞ്ഞതുകൊണ്ട് ഈ ബന്ധസ്വന്തത്തിന് പോവാത്തത്. സ്തോത്രം, സ്തോത്രം. അതിനകത്ത് ചില ആത്മാർത്ഥമുള്ള ബന്ധുക്കൾ എന്റെ അടുത്ത് പറയും, എടാ നീ അവിടെ പോണോടാ, അവിടെ പോണോടാ, നീ എന്താടാ പോവാത്തെ? സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇതിന് മുമ്പേ സ്തോത്രം ഈ ദൈവം തരുന്ന, ദൈവം വിളിച്ച് വേർതിരിക്കുന്ന മുമ്പേ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് കാണിക്കാത്ത സ്നേഹം ഇപ്പോ കാണിക്കുന്ന എന്തുവാ? കാര്യം എന്തുവാ? വിലയേറിയ ഒരു മുത്ത് കയ്യിലുണ്ടെന്നറിയാം. ആ വിലയേറിയ മുത്തിന്റെ ശോഭ വെളിപ്പെടാൻ വേണ്ടിയാണെന്നറിയാം. അത് അങ്ങനല്ല, അത് ശോഭ വെളിപ്പെടേണ്ട അടുത്ത് മാത്രമേ വെളിപ്പെടാവൂ. അത് ആഗ്രഹിച്ച് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരുടെ മേൽ മാത്രമേ എന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം പകരാവൂ. അതുകൊണ്ടാണ് ഇതിനകത്ത് കൂടാത്തത്. അന്ന് ദൈവസേന എടുത്ത തീരുമാനം, ആ തീരുമാനം തെറ്റിക്കാൻ പലപ്പോഴും വിശാൽ നോക്കിയിട്ടുണ്ട്, പല ഓഫറുകൾ പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ ആ ഓഫറിനകത്ത് ഒന്നും ദൈവത്തിന്റെ കൃപയാൽ ഇതുവരെ ഞാൻ വീണിട്ടില്ല. കാര്യം എന്തുവാ? എനിക്ക് അതിനും അപ്പുറം ആരാ? എടാ നിനക്കൊരു ആവശ്യം വന്ന, എനിക്കൊരു ആവശ്യം വന്ന എന്റെ യേശു മതി. നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? സാക്ഷ്യത്തിനകത്ത് നാട്ടുകാരെ സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, സ്തോത്രം. പഴഞ്ചൊല്ല് പറയാറുണ്ട്, 100 കുടത്തിന്റെ വാ അടയ്ക്കാൻ പറ്റും മനുഷ്യന്റെ വാ. മനുഷ്യന്റെ വായ ആരടയ്ക്കും? കർത്താവ് അടയ്ക്കും. കർത്താവ് അടയ്ക്കും. മനുഷ്യന്റെ വായ ആരടയ്ക്കും? കർത്താവ് അടയ്ക്കും. അപ്പൊ ആര് വേണം കൂടെ? കർത്താവ് വേണം. അപ്പൊ കർത്താവ് നമ്മളെ കൂടെ ഉണ്ടോ? നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആർക്കറിയാം? ദൈവത്തിന് അറിയാം. അതുപോലെ നമ്മളെ സ്തോത്രം ഇംഗ്ലീഷ് പറഞ്ഞു, രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ സാക്ഷ്യത്തോട് അവരുടെ ഫ്രണ്ട് നിൽക്കണം. നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് മനസ്സിലാവും ദൈവ പൈതൽ നിന്ന് ഇതാ. ചിലവര് അപ്പോഴും മിണ്ടത്തില്ല, അപ്പുറത്ത് മാറിയിട്ട് പറയും ഭയങ്കര വിശ്വാസം കേട്ടോ, ചില കാര്യത്തിനകത്തൊന്നും ഞങ്ങൾ സംസാരിച്ച് വിളിച്ചിട്ടൊന്നും വന്നില്ല. കാര്യം എന്തുവാ? ഭയങ്കര വിശ്വാസം. അത് വെളിപ്പെടുത്താനാണ് ചിലടത്ത് ദൈവം നമ്മളെ അയക്കുന്നത്, ചിലരുടെ കൂടെ ദൈവം അയക്കുന്നത്. പോകുന്നതെല്ലാം എന്തിനു വേണ്ടിയാ? കർത്താവിന്റെ സാക്ഷ്യം വെളിപ്പെടുത്തുന്നത്. ഞാൻ ഒരു ദൈവത്തെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു കുടുംബം, അവരെ കുറിച്ച് ദൈവത്തിന്റെ ഒരു ആലോചന സ്വതന്ത്രം ശക്തമായിട്ട് പറഞ്ഞപ്പോ അവര് പലയിടത്താ. അപ്പൊ അവര് പറഞ്ഞു, മക്കൾ, മരുമക്കളും കൊച്ചുമക്കളും എല്ലാം വരുമ്പോൾ നമുക്ക് ഒന്നിച്ചു കൂടണം, ഒരു പ്രാർത്ഥന വെക്കണം. ദൈവത്തിന്റെ ആലോചനയാണ്, ദൈവത്തിന്റെ ദൂതാ പറയുന്നത്. എന്നാൽ പല നന്മകളും പല അനുഗ്രഹങ്ങളും അവർക്ക് എന്ത് ചെയ്തിരിക്കുക? തടസ്സമായിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം സ്തോത്രം വന്നതിന്റെ അടുത്ത് വന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ ദൈവം തന്ന വെളിപ്പാടാണ്, നിങ്ങളെല്ലാം ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങൾ കുടുംബമായി ഒരു പ്രാർത്ഥന വെക്കണം. ആ പ്രാർത്ഥന നിങ്ങൾക്ക് എന്ത് ചെയ്യും? അനുഗ്രഹമാവും, വിടുതലായിത്തീരും എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബത്തിനകത്ത് നിങ്ങളെ മക്കൾമേൽ, മരുമക്കൾമേൽ, കൊച്ചുമക്കൾമേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ, നന്മകൾ ആര് തുറന്നു തരും? ദൈവം തുറന്നു തരും. ഇത്രയും കാലം വാതിൽ അടച്ചു വെച്ചിരിക്കുക, പിശാച് വാദിച്ചുകൊണ്ടിരിക്കുക. പലയിടത്തും നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ചില നിന്നയും പരിഹാസവും ഇപ്പോഴും ചോദ്യചിഹ്നമായി കിടക്കുക. ഈ ചോദ്യചിഹ്നവും നിന്നയും പരിഹാസവും നിന്റെ കുടുംബത്തിൽ നിന്ന് മാറണമെങ്കിൽ നിങ്ങൾ ഒന്നിച്ചുകൂടി ഒരേ സമയത്ത് കരം കോർത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥന മേൽ വിടുതൽ നടക്കും. അതാണ് കുടുംബ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥനയുടെ ബലം അതാ. ഒന്നിച്ച് ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? നമ്മളെ കുടുംബത്തിന് വേണ്ടി, നമ്മളെ സഹോദരൻ, നമ്മളെ സഹോദരി, അല്ലെങ്കിൽ നമ്മളെ മരുമോൻ, നമ്മളെ മരുമോക്ക്, നമ്മളെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. അവിടെ എന്തുണ്ട്? യോജിപ്പ. അവിടെ ഒരാൾക്ക് വിടുതൽ കിട്ടിയാൽ എന്റെ കുടുംബത്തിന് അനുഗ്രഹമാണ്. സ്തോത്രം. ആ ഒരാളെ നിന്ന മാറിയാൽ എന്റെ കുടുംബത്തിന്റെ നിന്ന മാറി, പരിഹാസം മാറി. അപ്പൊ ഇത് ചോദിച്ചിരമായി നടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞു പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അന്ന് എന്റെ കൂടെ ഞങ്ങളുടെ കൂടെ കാണൂ. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് കാണും. പ്രൈസ് ദി ലോർഡ്, നിങ്ങളിതൊക്കെ ഉറപ്പായിട്ട് കാണും. ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ വരും. കാര്യം അവിടെ വിടുതലുണ്ട്, അത്ഭുതമുണ്ട്. ദൈവം ഇന്ന് വരെ ചോദ്യചിഹ്നമായി വെച്ചിരിക്കുന്നത്. ഉടനെ മക്കളും മരുമക്കളും എല്ലാം കുറച്ച് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് വന്ന്, ഞങ്ങൾ ഇന്ന ദിവസം വരെ നമുക്ക് അവിടെ പ്രാർത്ഥന വെക്കണം, അവിടെ നമുക്ക് ഉണർവോടിരിക്കണം, ഞങ്ങൾക്ക് അത് അനുഗ്രഹം പ്രാപിക്കും. ഇതെല്ലാം പറഞ്ഞു തീരുമാനം എല്ലാം എടുത്ത് ഉറപ്പിച്ചിരിക്കുക. ഇവരെല്ലാം വന്ന ഉടനെ ഇവർക്ക് ഇതെല്ലാം മറന്നുപോയി. പിന്നെ ഇവർക്ക് സ്വന്തക്കാരുടെ വീട്ടിൽ പോകുന്നത്, ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്നത്, സുഹൃത്തുക്കളുടെ വീട്ടിൽ ആകെ 2 ദിവസമേ ഉള്ളൂ, 2-3 ദിവസമേ ഉള്ളൂ കറക്കം. ഇതെല്ലാം കറക്റ്റ്. ഇനി അടുത്ത ഭാഷ വെത്താം. നിന്റെ അടുത്ത ഭാഷയിൽ അപ്പൂപ്പം വരും, ഞാൻ വരത്തില്ല. സ്തോത്രം. അടുത്ത ഭാഷ നീരിനങ്ങ് വാർത്തിച്ചാൽ മതി. പ്രാർത്ഥനയ്ക്കാണോ വില? നിന്റെ കുടുംബത്തിന്റെ നാണക്കേട് മാറുന്നതാണോ വിഷയം? നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നതാണോ വിഷയം? അതല്ലാതെ നിനക്ക് കൂട്ടുകാരെ, ബന്ധുക്കളെ കാണാൻ പോകുന്നതാണോ വിഷയം? 2 മണിക്കൂർ ഇരുന്നാൽ മതിയായിരുന്നു നിന്റെ കുടുംബത്തിന്റെ വിടുതല. അല്ലെങ്കിൽ 1 ദിവസം ഉപവാസമായിട്ടിരിക്കും, നിന്റെ കുടുംബത്തിന്റെ നന്മ അനുഗ്രഹമാണ്. എന്റെ അടുത്ത് പറയാ,
സ്തോത്രം. ഇനി ഞാൻ പറഞ്ഞു അടുത്ത വർഷം മോനെ കാണുന്നില്ല, പിന്നെ കാണാം കേട്ടോ. സ്തോത്രം സ്തോത്രം. ബെസ്റ്റ് പാർട്ടി എടുത്താ വന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു പിന്നെ കാണാം. ഞാൻ സുന്നയുടെ മേലെ ഇനി എന്റെ അടുത്ത് വിളിച്ച് പറയില്ല, അവരുടെ കാര്യം പറഞ്ഞു എന്റെ അടുത്ത് വരില്ല. സ്തോത്രം. ഞാൻ നിൽക്കത്തില്ല. സ്നേഹമെല്ലാം വേറെ, പക്ഷെ പ്രാർത്ഥന വേറെ, ആത്മീയ ജീവിതം വേറെ. കാര്യം ദൈവം ചിലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സറണ്ടർ ആയിക്കോളും. ചിലവർക്ക് അവിടെ പോകുന്നത് ഇവിടെ പോകുന്നത് കറങ്ങുന്നതും, അല്ലെങ്കിൽ സ്വന്തമായ ബന്ധുക്കളെ സ്വന്തക്കാരെ കാണുന്നതും, അല്ലെങ്കിൽ കൂട്ടുകാരെ കാണുന്നില്ല പ്രാധാന്യം. ഇതിനെല്ലാം അപ്പുറമായ ഒരു യേശു കൊണ്ടാണ് അതിനെ സ്നേഹിക്കുന്നത്. ഇവരെല്ലാം കൈവിട്ടാലും ഉപേക്ഷിച്ചാലും നിന്ദിച്ചാലും പരിഹസിച്ചാലും നിന്റെ തിരരാത്രം നീ തെളിയിക്കാൻ കൂടെ നിൽക്കാതെ നിന്നെ പരിഹസിച്ച് കൈവിടുന്നവരാ ഇവര്. ഇവരെല്ലാം വാക്കുമാറുന്നവരാ. പക്ഷെ ഒരിക്കലും വാക്കുമാറാത്തത് നിന്റെ നീതിയെ വെളിപ്പെടുത്തി തരുന്ന, നിന്നെ ഉയർത്തുന്ന, നിന്നെ മാനിക്കുന്ന ഒരു ക്രിസ്തുയേശുവിനെ നീ ആരാധിക്കുന്നത്. ആദ്യം ക്രിസ്തുയേശുവിനെ പോയി കാണ്. ആദ്യം അവന്റെ രാജ്യം അന്വേഷിപ്പീൻ, അവനെ നീ കണ്ടെത്തുവീൻ, അവനോട് ചേരുവീൻ, പിന്നെ ബാക്കിയുള്ളതിന്റെ പുറകെ പോകും. ആമേൻ. പിന്നെ ബാക്കിയുള്ളതിന്റെ പുറകെ പോകും. പുറകെ പോകുന്നെങ്കിൽ എന്ത് ചെയ്യും? അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തവും ദൂതും നന്മ പ്രാപിക്കും. അല്ല എങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തവും ദൂതും നന്മ ചെയ്യത്തില്ല, പ്രാപിക്കത്തില്ല. കഷ്ടം വരുമ്പോൾ ദൈവമക്കളെ പതറിപ്പോല്ലേ. കഴിഞ്ഞ ആഴ്ച പഠിച്ച വചനം ഒന്ന് മുറുകി പിടിച്ചോളാം. എന്തുവാ? ഭൂമിയിൽ ഞാൻ അനുഗ്രഹപ്പെടും. സ്വർഗത്തിൽ മാത്രമല്ല, ഭൂമിയിൽ ഞാൻ അനുഗ്രഹപ്പെടും. ഭൂമിയിൽ ഞാൻ അനുഗ്രഹപ്പെടും. എന്നെ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, എന്റെ തലമുറയെ അനുഗ്രഹിക്കും, എന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. ഞങ്ങൾ എവിടെ പോയാലും അനുഗ്രഹപ്പെടും എന്നാണ് അബ്രഹാമിനോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽ ഓർത്തു, ആ ദൂത് നിന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാവാൻ പോവുക. അതിന്റെ സമയം അടുത്തിരിക്കുന്നു, അതിന്റെ സമയം അടുത്തിരിക്കുന്നു. ഈ ദിവസങ്ങൾ നിനക്കായി വാദം തുറക്കാൻ പോവുക. അതിനെ ബന്ധിക്കുക ഒരു ശക്തിക്ക് കഴിയത്തില്ല. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് സ്തോത്രം. ഞാനിവിടെ മിക്കവാറും പ്രസംഗിക്കുന്ന ഒരു ഭാഗമാണ്. അതിന് പുതിയ നിയമോട്ടം ഞാൻ കോട്ടിങ് ചെയ്തു തരാം. എന്തുവാ? ഒന്ന്, സ്തോത്രം, യോശുവയോട് ദൈവം പറഞ്ഞത്, ഇറങ്ങി തിരിക്കുന്ന മുമ്പേ യോശുവയോട് പറഞ്ഞത്, ഉറപ്പും ധൈര്യമുള്ളവനാവും. അപ്പൊ അത് പ്രാപിക്കേണ്ട ആരുടെ ചുമതലയാ? നമ്മളെ ചുമതലയാ. ദൈവമക്കളായ നമ്മളെ ചുമതലയാ ഉറപ്പും ധൈര്യവും പ്രാപിക്കണം. എന്നിട്ട് നീ ഇറങ്ങി തിരിച്ചോ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. നീ നയിക്കുന്ന ഇസ്രായേൽ ജനത്തെ ഞാൻ അനുഗ്രഹിക്കാം. ആര് വഴി അനുഗ്രഹിക്കുന്നത്? നീ വഴിയാണ് നിന്റെ ജനത്തെ അനുഗ്രഹിക്കാൻ പോകുന്നത്. ദൈവജനത്തെ അനുഗ്രഹിക്കാൻ പോകുന്നത്. അതിന്റെ ലീഡറായിട്ടാണ് നിന്നെ തെരഞ്ഞെടുക്കുന്നത്. അതിന് നിനക്ക് എന്ത് വേണം? ഉറപ്പും ധൈര്യം വേണം. ഇന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ട് ഇറങ്ങി തിരിച്ചവൻ, വേർപാടോട് ഇറങ്ങി തിരിച്ചവന് ആദ്യം വേണ്ടത് ഉറപ്പും ധൈര്യമാണ്. യേശു എന്നെ കൈവിടത്തില്ല. ഏത് പ്രതികൂലത്തിന്റെ മധ്യേലും ഏത് പ്രതിസന്ധിയുടെ മധ്യേലും യേശുവിനെ അനുഗ്രഹിക്കുമെന്നുള്ള ഉറപ്പും ധൈര്യവും. ദൈവജനമേ, നമ്മളെ ഭരിക്കുന്നുവെങ്കിൽ ദൈവം പറയുന്ന വാഗ്ദത്തങ്ങളെല്ലാം അതാത് സമയത്ത്, ദൈവം പറയുന്ന ദൂതെല്ലാം അതാത് സമയത്ത് എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ തലമുറയ്ക്കും പ്രാപിക്കുവാൻ കഴിയും. അതിനെ ഒരു ശക്തിക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബന്ധിച്ചു വെച്ച് കഴിയുവാൻ കഴിയത്തില്ല. ആമേൻ. അടുത്ത പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ശിഷ്യന്മാരുടെ ഇടയ്ക്കകത്ത് എന്തുണ്ടായിരുന്നു? ഞാനാ വലിയവൻ, ഇതിനാരാ വലിയവൻ എന്നുള്ള ഒരു ഭയങ്കര എന്തിനുള്ള ഒരു വാദമുണ്ടായിരുന്നു. എന്തുവാ? ഞാനാ വലിയവൻ, ഞാനാ യേശുഭദ്രൻ പ്രിയപ്പെട്ടവൻ. യേശുഭദ്രൻ അങ്ങനെയല്ല, എല്ലാവരും പ്രിയപ്പെട്ടവൻ, ഒരേപോലെ, ഒരു മാറ്റമില്ല. ഒരമ്മയ്ക്ക് പോലും 2 മക്കളുണ്ടെങ്കിൽ വേർതിരിവുണ്ട്, പക്ഷേ ഒരപ്പന് വേർതിരിവുണ്ട്. പക്ഷെ ദൈവത്തിന് എന്തില്ല? വേർതിരിവില്ല. ഒരേപോലെ സ്നേഹിക്കുന്നു. സ്തോത്രം. അപ്പൊ യേശു പിന്നെ പറഞ്ഞു, ശുശ്രൂഷ ചെയ്യുന്നതോ നീ ഇന്ന വലിയ ശുശ്രൂഷ ചെയ്യുന്നതോ വലിയ ശുശ്രൂഷനാകുന്നതൊന്നും അല്ല ദൈവത്തിന് വേണം. അതുകൊണ്ട് കർത്താവ് ഒരു വചനത്തിനകത്ത് പറഞ്ഞു, കർത്താവേ, ഞാൻ ഭൂതത്തെ പുറത്താക്കിയിട്ടുണ്ട്, ഞാൻ രോഗിയെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ഞാൻ അനേകരെ അങ്ങക്ക് വേണ്ടി നേടിയിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയാം, ഞാൻ നിന്നെ അറിയുന്നില്ല. ഈ നേടിയവരല്ലേ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ എന്തുണ്ട്? ഞാൻ നിന്നെ അറിയുന്നില്ല. അപ്പോഴെന്തുവാ? വലിയ ശുശ്രൂഷയൊന്നും ചെയ്യുന്നതൊന്നും അല്ല ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണം. അപ്പോഴവരെടുത്ത് ദൈവം എന്തെന്ന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവരടുത്തടി പറയുക, കൃപ ലഭിച്ചാൽ മതി. കൃപയെന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവ സ്നേഹം ലഭിച്ചാൽ മതി. ദൈവം പറയുന്ന അനുസരിക്കാനുള്ള ബുദ്ധി ജ്ഞാനം ലഭിച്ചാൽ മതി. അപ്പൊ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ എനിക്ക് ആരുടെ അടുത്ത് പോകാൻ പറ്റും? എന്റെ ദൈവത്തിന്റെ അടുത്ത് പോകാൻ പറ്റും. ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്.
പഴയ നിയമത്തിനകത്ത് പറഞ്ഞു നീ ഉറപ്പും ധൈര്യമുള്ളവനാവ്, ദൂത് ദൈവം നൽകും. പുതിയ നിയമത്തിനകത്ത് പറയുക നീ ദൈവത്തിന്റെ ആവണം, എന്ത് ചെയ്യണം? കൃപ ലഭിക്കണം. അപ്പൊ കൃപ, അയ്യോ എനിക്ക് കൃപ ലഭിച്ചാൽ മതി, കൃപ ലഭിച്ചാൽ മതി. ഉടനെ അമ്മർക്ക് പിന്നെ അധികാരം വേണ്ട, അമ്മർക്ക് സ്തോത്രം വലിയ ശുശ്രൂഷകെന്നുള്ള പേര് വേണ്ട. അല്ലെങ്കിൽ അമ്മമാര് അതുവരെ മത്സരിച്ചുകൊണ്ടിരുന്ന മത്സരം മാറ്റി അവന്മാര് പറയുക ഞങ്ങൾക്ക് കൃപ ലഭിച്ചാൽ മതി, കൃപ ലഭിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ദൈവത്തോട് അടുത്തിരുന്നാൽ മതി, ദൈവത്തിന്റെ സ്നേഹം മതി, ദൈവത്തിന്റെ കരുതൽ മതി, ദൈവം പറയുന്നത് ചെയ്താൽ മതി. ആ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നീ എന്റേതാവത്തുള്ളൂ. കൃപയുണ്ടെങ്കിൽ മാത്രമേ നീ എന്റെ ആവത്തുള്ളൂ. ദൈവത്തിന്റെ ദയ ഉണ്ടാവണം, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനാവണം. കർത്താവിനോട് അവർ പറയുക, അവർക്ക് അതുവരെ അവർക്ക് പല കാര്യത്തിനകത്തായിരുന്നു വാദം നടന്നത്, പ്രശ്നം നടന്നത്. അവർ അതെല്ലാം എടുത്തു മാറ്റി അവരോടൊന്ന് പറയാം, ദൈവമേ അങ്ങയുടെ കൃപ പെരുകണമേ, കൃപ പെരുകണമേ. സ്തോത്രം. ഇന്ന് സഭയിൽ നോക്കി ദൈവത്തിന് ദൂത് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പരിവർത്തിച്ചുകൊണ്ടിരിക്കുക, തന്നുകൊണ്ടിരിക്കുക. ഏറ്റെടുത്തോ. ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞോളൂ, ദൈവം തരുന്ന പരിശുദ്ധാത്മാവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ എനിക്കും എന്റെ കുടുംബത്തിനും പ്രാപിക്കണം, എന്റെ ഭവനത്തിന് പ്രാപിക്കണം, എന്റെ സഭയ്ക്ക് പ്രാപിക്കണം. അത് ഇരട്ടി 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 ഞങ്ങൾ മേലിന്ന് പകരട്ടപ്പ, അത് ഞങ്ങൾ പുറത്തു വരട്ടപ്പ. ഇങ്ങനെ ഇരുന്ന പോരാപ്പ, ഞങ്ങളുടെ മേൽവിലാസം പുറത്തു വരട്ടെ. ദൈവത്തിന്റെ ശക്തമേറിയ ദൈവത്തിന്റെ പൈതലായി പുറത്തു വരട്ടെ, അഭിഷേകത്തോട് പുറത്തു വരട്ടെ. ആ അനുഗ്രഹം ഞങ്ങൾ മേലിന്ന് പകരണമേ. പ്രാർത്ഥിച്ചോളൂ ദൈവമക്കളെ, ദൈവം തരാൻ ശക്തനാ, ദൈവം തന്നോണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് കയറുന്ന അനുസരിച്ച്, ദൈവത്തിന്റെ കൃപ വെളിപ്പെടുന്ന അനുസരിച്ച് ദൈവം നിനക്ക് വിടുതൽ അയച്ചുകൊണ്ടിരിക്കുക, അത്ഭുതം അയച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്നേഹിതനാവുന്ന അനുസരിച്ച്, ദൈവത്തിന് പ്രിയപ്പെട്ടവനാവുന്ന അനുസരിച്ച്, ദൈവത്തിന്റെ പ്രിയപ്പെട്ടത് കരുണയെ അനുസരിച്ച് ദൈവം തന്നെ എന്ത് ചെയ്യുക? അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അവേ പുതിയ നിയമത്തിനകത്ത് വന്നപ്പോ പറഞ്ഞു കൃപ. അപ്പോഴവർക്ക് അധികാരം വേണ്ട, അവര് വലിയവെന്നുള്ള ചിന്ത പോയി. അവര് താഴ്ന്നു താഴ്ന്നു. കൃപയുള്ളവൻ താഴും, കൃപയുള്ളവൻ താഴും. കൃപയില്ലാത്തവനെ നിഗളിയാവുന്നത്. കൃപയുള്ളവൻ താഴത്തേ ഉള്ളൂ. കൃപയുള്ളവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? നിഗളിയാവത്തില്ല. നിഗളിയാവത്തില്ല. നമുക്ക് ദൈവം സ്തോത്രം തന്ന അതല്ലാതെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയ എന്തെങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര തലവേദനയാണ്. ദൈവം തന്നതല്ലാതെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, വിഗ് വെക്കും. തലമുടി ഇല്ലാത്തൊരു വിഗ് വെക്കും, ഇല്ലേ? വിഗ് തന്നെ പലതുണ്ട്. വിഗ് തന്നെ പലതുണ്ട്. കാക്ക ചത്ത് അതിനെ എടുത്ത് വെക്കുന്ന പോലുള്ള വിഗുണ്ട്, അല്ലാതെ ഷേപ്പുള്ള വിഗുകളുണ്ട്, വില കൂടിയ വിഗുകളുണ്ട്, പിടിപ്പിക്കുന്ന വിഗുകളുണ്ട്, ലക്ഷങ്ങൾ ചെലവാക്കുന്ന വിഗുകളുണ്ട്, പല രീതികളുണ്ട്. പക്ഷെ ഏത് വിഗ് ആയിക്കോട്ടെ, ഇത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നതാണ്. എത്ര പൈസ കൂടിയതാവട്ടെ, വില കൂടിയതാവട്ടെ, തുണി കുളിച്ചിട്ട് വന്നിട്ട് തോർത്തുമ്പോഴും സൂക്ഷിച്ച് തോർത്തണം. അപ്പിയപ്പ എടുത്തോണം, അല്ലെങ്കിൽ പണി. ഇത് എക്സ്ട്രാ വെച്ചതാ, മനുഷ്യന്റെ ബുദ്ധി വെച്ചതാ, ദൈവം വെച്ചതല്ല. ദൈവം വെച്ചത് ഇതിനകത്ത് തോർത്തുമ്പോ വിഷയമുണ്ടോ? എത്ര കൊഴിഞ്ഞു പോകുന്നു? വിഷയമുണ്ടോ? ഉണ്ടോ? ദൈവം വെച്ചതിനകത്ത് വിഷയമില്ല. പക്ഷെ മനുഷ്യൻ ലക്ഷങ്ങൾ മുടക്കി വെച്ചത് തോർത്തുമ്പോഴും കാറ്റടിക്കുമ്പോഴും ബൈക്കിൽ പോകുമ്പോഴെല്ലാം ഒന്ന് സൂക്ഷിക്കണം. ചിലപ്പം അത് പോകും. ഫിറ്റ് ചെയ്തത് പോലും ചിലപ്പം എന്ത് ചെയ്യും? പോകും. സ്തോത്രം. അതിനപ്പുറത്തെ വിക്ക് പല രീതിയിൽ പറയുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിച്ചു, ശ്രദ്ധിച്ചു. കാര്യം ഇപ്പൊ അതിനകത്ത് എല്ലാ അഭിപ്രായം പറയുന്നുണ്ട്. അവസാനം തലയ്ക്ക് നല്ലൊരു ഇതുണ്ട്, അത് ഇളകും. അതുകൊണ്ട് കുറെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. നമ്മൾ വല്ല സൂക്ഷിക്കുന്നുണ്ടോ? ഉണ്ടോ? എണ്ണ തേച്ചാലായി, എണ്ണ തേച്ചില്ലെങ്കിൽ ആയി, ഷാമ്പൂ ഇട്ടാലായി, ഷാമ്പൂ ഇട്ടില്ലെങ്കിലായി, സ്തോത്രം, കുളിച്ചാലായി, കുളിച്ചില്ലെങ്കിലായി. സ്തോത്രം. ഇങ്ങനെയല്ല നമ്മൾ പോന്നില്ലയോ? സ്തോത്രം. കുളിയെല്ലാം ഇപ്പൊ ഭയങ്കര വിഷയമായിട്ടിരിക്കുക, നാണക്കെട്ട് കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു പയ്യനോട് ആരാണ്ടൊരു അഭിപ്രായം ചോദിച്ചു, നീ പെട്ടെന്നൊരു പെണ്ണായ നീ എന്ത് ചെയ്യുന്നു? ആദ്യം പോയി കുളിക്കും. സ്തോത്രം. അതും കൂടെ നീ ഇങ്ങനെ പറഞ്ഞത് അവ എടുത്ത് പറയാ, ഞങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണുങ്ങളൊന്നും കുളിക്കാറില്ല. അടുത്ത് വന്നിരിക്കുന്നതേ നാണക്കേടാണ്. ഇപ്പൊ കുളിക്കാത്തല്ല ഒരു ഫാഷനായിട്ടിരിക്കും. തലമുടി വളരാൻ വേണ്ടി കുളിക്കാൻ ഓരോ കണ്ടുപിടുത്തം പഠിച്ചുകൊണ്ടിരിക്കുക. പണ്ട് തലമുടി വളർത്തിയ അമ്മമാരെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം കുളിക്കാതിരുന്നിട്ടാണോ? അവർ 2 നേരം 3 നേരം കുളിക്കുന്നവരായിരുന്നു. സ്തോത്രം. പിശാച് പിടിച്ചതായി കുളിക്കാതിരിക്കുന്നതല്ല. ബാധ പിടിച്ച സാധനമായി കുളിക്കാതിരിക്കുന്നു. മഴ എടുത്തുകൂടാ പേരെ കുളിക്കത്തില്ല. സ്തോത്രം. കുറെ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട്. കുറെ ഫാഷൻ, കുറെ സാധനങ്ങളുണ്ട്. വലിച്ചു വാരി തേച്ചെങ്ങി ഇറങ്ങും. അതിലൂടെ കുറെ 10,000 സ്പ്രേ ഉണ്ട്. 100 രൂപ സ്പ്രേ കിട്ടും. അടിച്ചിട്ട് വരും. കുളിച്ചില്ലെങ്കിലും അറിയത്തില്ല. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിന് ഇറങ്ങി വരും.
സ്തോത്രം. അതേപോലെ തന്നെ ഡൈ ചെയ്യണം. എപ്പോഴും എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ മനസ്സിലാവും. ഒരു വട്ടം വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവും ഇതിന് നരയായിരുന്നു മനസ്സിലാവും. ഡൈ ചെയ്യുന്നവരെന്ത് ചെയ്യും? കീപ്പ് ചെയ്യണം. ഭയങ്കര വിലക്കേടാ. ഡൈ ഒന്നും കുഞ്ഞുകളിയൊന്നും അല്ല, ഭയങ്കര വിലക്കേടാ പരിപാടിയാ. സ്തോത്രം. അതിനെ ലഘുവായിട്ട് ഇറക്കുന്നുണ്ട്. എങ്കിൽ പോലും നീ 2 ആഴ്ച കഴിയുമ്പോൾ ഡൈ ചെയ്യണം. അതിന് മെനക്കെടണം. ദൈവം തന്നതിനകത്ത് തന്ന കറപ്പിനകത്ത് നീ മെനക്കെടാമെന്ന് ഇരിക്കണ്ട. ഉണ്ടോ? അത് എത്ര നാളായാലും ഇരിക്കും. അത് നരയ്ക്കേണ്ട സമയം നരയ്ക്കും. അതുകൊണ്ട് ദൈവവചനം പറയുന്നത്, നിനക്കൊരു മുടിയെ വെളുപ്പിക്കുവാനോ നരപ്പിക്കുവാനോ കഴിയുമോ? പക്ഷെ എന്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം വെളുപ്പിക്കുക. എത്ര വെളുത്ത മുടിയെ നീ കറപ്പാക്കും, പക്ഷെ 2 ആഴ്ച നിൽക്കുന്നു. അല്ലെ 1 മാസം. എത്ര വലിയ കൂടിയ സാധനം അടിച്ചാലും 1 മാസം കഴിയുമ്പോൾ പിന്നെ വെളുക്കും. അതാ ദൈവം സൃഷ്ടിച്ചതും നമ്മൾ ഉണ്ടാക്കിയിട്ട് വ്യത്യാസമുണ്ട്. എല്ലാത്തിനും ജോലിയുണ്ട്. ദൈവം സൃഷ്ടിച്ചതിനൊന്നും ജോലിയൊന്നുമില്ല. നമ്മൾ അനുഭവിക്കുക, അതങ്ങ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ സൃഷ്ടിച്ച കാര്യമല്ല. നമ്മൾ എക്സസൈസ് ചെയ്യണം, ജോലി ചെയ്യണം. കാലിനകത്ത് ചിരട്ട മാറ്റി സ്ഥിരാക്കും. ഭയങ്കര സർജറിയാ പറയുന്നത്. അയ്യോ ഈ സർജറി കണ്ടോ, നടക്കുന്നു, നടക്കാത്തതാണ്. നല്ല തണുപ്പടിക്കേണ്ട പ്രശ്നമാണ്. ദൈവം സൃഷ്ടിക്കാത്തതിനെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുക, അത് നമുക്ക് പ്രശ്നമാണ്. നമ്മളെ ശരീരത്തിനകത്ത് മുടി തൊട്ട് കാലിന്റെ നഖം വരെയും ആരെണ്ണി വെച്ചിട്ടുണ്ട്? കർത്താവ് എണ്ണി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന് എക്സ്ട്രാ എന്തെങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ഇല്ലയോ? അപ്പൊ ദൈവം വെക്കാത്ത അനുഗ്രഹങ്ങൾ, ദൈവം വെക്കാത്ത നന്മ പ്രിയ ദൈവമക്കളെ നമ്മൾ പ്രാപിക്കാൻ പോകല്ലേ. അതെന്നും നമുക്ക് തലവേദനയാണ്. നമ്മളായിട്ടുണ്ടാക്കിയ നന്മയുണ്ടോ, നമ്മളായിട്ടുണ്ടായ അനുഗ്രഹമുണ്ടോ, അത് നമ്മളെ വീട്ടിൽ വന്നാൽ എന്നും നമുക്ക് തലവേദന. പക്ഷെ ദൈവം തന്നതാണെങ്കിൽ ഇല്ലെങ്കിൽ പോലും സമാധാനമാണ്, സന്തോഷം. ദൈവം തന്ന സമാധാനമാണ്, സന്തോഷമാണ്. സ്തോത്രം. ദൈവം തരുന്ന സമാധാനം, സന്തോഷം, അതിനപ്പുറമായി ഉയർച്ച, നന്മ, അതിനപ്പുറമായി മറ്റൊന്നുമില്ല. സ്തോത്രം. 4 പേർ ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവരുക. യേശു ഇരിക്കുന്ന അടുത്ത് നോക്കിക്കൊണ്ടുവരുക. 4 പേർക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. കിടക്കുന്ന പക്ഷപാതക്കാരനല്ല കാഴ്ചപ്പാട്, പക്ഷെ പക്ഷപാതക്കാരനോട് ഒരു വലിയ സ്നേഹം ആർക്കുണ്ട്? ഈ 4 പേർക്കുണ്ട്. പക്ഷപാതക്കാരൻ അറിയത്തില്ല അവിടെ പോയ സൗഖ്യമാവും, വിടുതൽ കിട്ടുമെന്ന്. സ്തോത്രം. പക്ഷേ പക്ഷപാതനക്കാരനെ കൊണ്ടുവരുന്ന 4 പേർക്ക് ഒരു വിശ്വാസമാണ്. എന്തുവാ? ഇവനെ അവിടെ ഇറക്കി വെച്ചാൽ ഒന്നുണ്ടാവും, വിടുതൽ നടക്കും. ഇന്ന് പ്രിയ ദൈവമക്കളെ, ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുക. നിനക്കൊരു വിശ്വാസം ഇല്ലാതെ ദൈവസഭയ്ക്കകത്ത് ഇരുന്നാൽ ദൈവത്തിന്റെ വിടുതൽ കിട്ടത്തില്ല. നീ വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ വിടുതൽ കിട്ടത്തുള്ളൂ. ഞാൻ ആരാധനയ്ക്ക് പോകുന്നത്, പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഓരോ സ്തോത്രം, ഈ എനിക്ക് ഒന്ന് കഴിഞ്ഞ ന്യൂ ഇയർ സർവീസിന് ഇവിടെ 2 പേര് ഞാൻ അന്ന് അപ്പോഴും നല്ലോണം നോക്കിയിട്ട്, പക്ഷെ അത് പറയാൻ വിട്ടുപോയി. പേര് ഞാൻ കഴിഞ്ഞ വർഷം മുഴുവനും ഞാൻ ആരാധനയ്ക്ക് പോകും. ആരോ സാക്ഷ്യം പറഞ്ഞതാ. സ്തോത്രം. എനിക്കൊന്ന് മംഗളമണിയാണ്, മനമോണി, ആരോ അത് 1-2 പേര് ഇവിടെ അത് പറഞ്ഞു. എനിക്ക് ആ സാക്ഷ്യം കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി. എന്തുവാ? ആ വർഷത്തിന്റെ എൻഡിലാ വന്ന് പറയുന്നത്, ഈ വർഷം മൊത്തം എനിക്ക് ആരാധനയ്ക്ക് വരാൻ പറ്റി, പ്രാർത്ഥനകൾക്ക് വരാൻ പറ്റി, മീറ്റിങ്ങിന് വരാൻ പറ്റി. ഒന്നുപോലും ആരും മുടക്കിയിട്ട് ഇല്ല. നമ്മളെ സഭയ്ക്കകത്ത് ഒരു 99% പേരും എല്ലാം മീറ്റിങ്ങിനും എല്ലാ ആരാധനയ്ക്കും വരുന്നവരാ, പ്രാർത്ഥനയ്ക്ക് വരുന്നവരാ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴ് അത് മുടക്കിയിട്ടില്ല. ഞാൻ വന്നു. നിങ്ങൾ പറഞ്ഞ സാക്ഷ്യം ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്തുവാ? മുടക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റി. സ്തോത്രം. ഞാനായിട്ട് മുടക്കാൻ നിന്നാൽ മുടങ്ങിപ്പോയാൽ. ആരാധനയുടെ വില അറിയാത്തതുകൊണ്ടാണ് നമ്മൾ മുടക്കുന്നത്. ആരാധനയുടെ വില അറിയാവുന്നവർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ആരാധന മുടക്കത്തില്ല. ഇന്ന് എങ്ങനെ ആയാലും വരും. ഇന്ന് നിങ്ങൾ എല്ലാവരും വരണമെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് ബസ്സിൽ വരുന്നവരോ അല്ലെങ്കിൽ ഇന്ന് ഈ റിപ്പബ്ലിക് ആയതുകൊണ്ട് പ്രശ്നമോ വരാനും പോകാനെല്ലാം വിഷയം ഉണ്ടാവില്ലേ എന്ന് ഒരുപാട് പ്രാർത്ഥിച്ച. പക്ഷെ നിങ്ങളെ ഒരു 8 തൊട്ട് കാണാൻ തുടങ്ങുമ്പോൾ എനിക്ക് സന്തോഷം തോന്നും. കാര്യം ദൈവത്തെ സ്തുതിച്ചു പോയി, ഉള്ളുകൊണ്ട് ദൈവത്തെ നന്ദി പറഞ്ഞു. കാര്യം എന്തുവാ? നിങ്ങളെ ദൈവം കൊണ്ടുവന്നല്ലോ. അതെന്തുവാ? നിങ്ങളെ ഉള്ളിൽ കിടക്കുന്ന ആരാധനയോടുള്ള എരിവ. ആ എരിവിനനുസരിച്ചാ ദൈവം നിങ്ങളെ എന്ത് ചെയ്യുന്നത്? അനുഗ്രഹിക്കുന്നത്. ആരാധന മുടങ്ങുന്ന പറയുമ്പോൾ ആർക്കും ഇഷ്ടമല്ല, ദൈവത്തിന് ഇഷ്ടമല്ല. എന്തിനാ? ആരാധനയ്ക്ക് പോലും വില കൊടുക്കുന്നില്ലെങ്കിൽ, എനിക്ക് ഇത്രയും പ്രാധാന്യം ഇല്ലെങ്കിൽ പിന്നെ നിന്നെ ഞാൻ എന്തിനാ സ്നേഹിക്കുന്നത്? ദൈവ പൈതലായി കഴിഞ്ഞാൽ ദൈവം തിരിച്ച് ഇപ്പം സ്വന്തം അറിയാത്തൊരു കുഞ്ഞിന്, നടക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ പിടിക്കും. നടന്നെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിടിക്കത്തില്ല. പിടിക്കൂ?
ഒരുമാതിരിയെല്ലാം നടന്നു കഴിയാൻ തുടങ്ങി എന്നെ പിടിക്കത്തില്ല. പിന്നെ നടക്കുമ്പോഴെല്ലാം വന്നാൽ നമ്മൾ ഉള്ളു കൊടുക്കും, ഇല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് പോയി ഉള്ളു കൊടുക്കും. പിന്നെ പോകുന്നവരെ ഇച്ചൂട് പ്രായം കയറി വരുമ്പോൾ നമ്മൾ അടി കൊടുക്കും, തെറ്റായ വഴി കൂടെ നടന്ന അടി കൊടുക്കും. അല്ലാതെ അവനെ പിടിച്ചുകൊണ്ട് നടക്കും ഇല്ല. അതേപോലെ ഒരു പ്രായം വരെ ദൈവം കൊണ്ടുപോകും. പിന്നെ ദൈവം നീ കൊട്ടാൻ തുടങ്ങും. പിന്നെ ദൈവം സ്നേഹിക്കുമല്ലേ ഇത് കൊട്ടാൻ തുടങ്ങും. ആ കൊട്ടല് കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അപ്പോഴാ അറിയുന്നത് അയ്യോ ഇതിന്റെ വലി. പിന്നെ തിരിച്ച് ഒരു നിലവിളി വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആരാധനയുടെ മഹത്വം അറിയണം ദൈവത്തെ. ആരാധനയുടെ മഹത്വം അറിയാതെ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് മാസം ജീവിച്ച വ്യക്തിയല്ലേ. അതുകൊണ്ടാ പറഞ്ഞേ അതിന്റെ അവസ്ഥ എന്തുവാണെന്ന് എനിക്കറിയാം. പിന്നെ ആരാധന മഹത്വം തിരിച്ചറിയാൻ പിന്നെ ഒറ്റ ആരാധന പോലും എന്റെ ജീവിതത്തിനകത്ത് മുടക്കിയിട്ടില്ല. കിടന്നാലും ഞാൻ വരും. ആ രീതിയിലേക്ക് ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. കാര്യം എന്തുവാ? എനിക്ക് പ്രാധാന്യം എന്റെ യേശുവിന്റെ സന്നിധി ചെന്ന് ഇരുന്നതാണ്. ഒന്ന് ചെന്ന് ഇരുന്നാ മതി. എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, ഒന്ന് ഇരുന്നാ മതി. അവിടെ ചെന്ന് ഇരുന്നാ മതി. ആരനുഗ്രഹിച്ചോളും? കർത്താവിനെ അനുഗ്രഹിച്ചു. സ്തോത്രം. ആരാണ് മഹത്വത, അനുഗ്രഹത? അത് യേശുവിനെ അറിഞ്ഞുകൊണ്ടാ ആ ഒരു വർഷകാലം എന്നെ ദൈവം കൊണ്ടുപോകുന്നു. എല്ലാ മീറ്റിങ്ങിനും കൊണ്ടുപോകുന്നു. ദൈവം തന്ന ഗിഫ്റ്റാ, ദൈവം തന്ന ഭാഗ്യമാ, വിശ്വസ്തതയാ. ദൈവം നമ്മളോട് ചെയ്തതിനും ദൈവത്തോട് നമ്മൾ ചെയ്യുന്ന വിശ്വസ്തതയാ. സഭയെ എന്ന് പറയുന്നതും ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് ഞാൻ പ്രാപിക്കേണ്ടതാ, ബലപ്പെടാനുള്ളതാ, ശക്തിപ്പെടുവാനുള്ളതാ. ഞാൻ എന്തെങ്കിലും സ്വന്തം ദൈവത്തിന്റെ വചനത്തിൽ നിന്നോ ദൈവത്തിന്റെ നാമത്തിൽ നിന്നോ എന്തെങ്കിലും കേട്ടാൽ എനിക്ക് മാറുവാനുള്ളതാ, എനിക്ക് ചേഞ്ച് ആവാനുള്ളതാ. അതെന്റെ അനുഗ്രഹത്തിനാണ്. അപ്പോഴാ ആരാധന പൂർണ്ണമാവുന്നേ, ആരാധന ഏറ്റെടുക്കുന്നത്. ആരാധന ചിലവരെന്നോട് പറയാറുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാസ്റ്റർ പറ, എനിക്കത് മാറാൻ താല്പര്യമോ, എനിക്കത് വിഷയമല്ല. പക്ഷെ ചിലവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ഡെസ്പാവും. സ്വന്തം അവരുടെ ഒരുപാട് പ്ലസ് പോയിന്റ് ഉണ്ടാവും, നല്ലത് കാണും. ചിലപ്പം ഈ ചീത്ത കാര്യമായിരിക്കും അവരുടെ നന്മയ്ക്ക് തടസ്സം. അത് പറയുമ്പോഴേ അവർക്ക് പ്രശ്നമാവും. നാം പ്ലസ് പറഞ്ഞ് അങ്ങനെ പ്ലസ് പറഞ്ഞ് സന്തോഷിക്കുന്നതല്ല. നമ്മളെ പ്ലസിനെ ആര് വെച്ചിട്ടുണ്ട്? ദൈവം വെച്ചത് കൊണ്ടാ ഈ മൈനസ് ആയിട്ട് ചിലത് കാണിച്ചു തരുന്നത്, നെഗറ്റീവ് കാണിച്ചു തരുന്നത്. കാര്യം എന്തുവാ? ഈ നെഗറ്റീവ് മാറുവാന്ന് നീ ഇരട്ടി അനുഗ്രഹപ്പെടും. അതിനു വേണ്ടിയ ദൈവം കാര്യം. അതല്ല ചിലരുടെ ഉള്ളത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉപദേശിച്ചാൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഞാൻ പുറത്തുള്ള ഒരുപാട് പേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അകത്തുള്ളവരെ അല്ല പറയുന്നത്, പുറത്തുള്ളവരെ പറയുന്നത്. പുറത്ത് ഞാൻ ഒരുപാട് കാണുന്നതാണ്, ആഴ്ചകളിൽ ദിവസങ്ങളിൽ ഞാൻ കാണുന്നതാണ് നെഗറ്റീവ്. പക്ഷെ ചിലവർക്ക് പോസിറ്റീവ് ഭയങ്കര ഇഷ്ടം. നെഗറ്റീവ് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷം. കാര്യം എന്തുവാ? അതിനനുസരിച്ച് അവർ മാറും, നെഗറ്റീവ് മാറും. അത് പുറത്തുള്ള ഞാൻ ഒരുപാട് പേര് ഇന്ന് കണ്ടിട്ടുണ്ട്. നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ പറയുന്നത് നേരത്തെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നു, ഞാൻ ഇതിന് മാറത്തില്ലായിരുന്നു. പക്ഷെ ചിലവർക്ക് ചിരിച്ചോണ്ടിരിക്കുന്നവരാവും, നെഗറ്റീവ് പറഞ്ഞാൽ ഉടനെ മുഖം വീറും. പിന്നെ അവർ ആരീന്ന് വിട്ടുപോകുന്നത്, നമ്മളിൽ നിന്നല്ല വിട്ടുപോകുന്നത്, ആരീന്ന് വിട്ടുപോകുന്നത്? കർത്താവിന്ന് വിട്ടു അത് അവർക്ക് നാശത്തിനാ, നമുക്ക് നാശത്തിനല്ല. സ്തോത്രം. ഒരു പക്ഷപാതക്കാരനെ 4 പേര് ചുമന്നുകൊണ്ട് വന്നു. അടുത്ത വാക്യം. പുരുഷാരം ദൈവജനം കൊണ്ട് നിറഞ്ഞു. ആ ദൈവജനം നിറഞ്ഞത് കൊണ്ട് ആ ഭവനത്തിന്റെ അകത്തേക്ക് ഈ കട്ടിലുമായിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ആ ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ചു. മേൽക്കൂര പൊളിച്ച വിശ്വാസം നോക്കിക്കോണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരാധനയ്ക്ക് ഞാൻ പോയി ഇരുന്നാ മതി, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ പോയി ഇരുന്നാ മതി, ഞാൻ അധിക സാന്നിധ്യം അനുഭവിക്കും. മേൽക്കൂര പൊളിച്ചു. കട്ടിലോട് 4 പേർ താഴെ ഇറക്കി, യേശു ഇരിക്കുന്നിടത്ത് ഇറക്കി. കർത്താവ് വേറെ ഒന്നും ചോദിച്ചില്ല. കർത്താവിന് വേറെ വിശ്വാസം കണ്ടപ്പോൾ, ഈ 4 പേര് കാണിക്കുന്ന വിശ്വാസം കണ്ടപ്പോൾ കർത്താവിന് അവരോട് എന്ത് ചെയ്തു? മനസ്സിലുണ്ടായി. ഈ മേൽക്കൂര പൊളിക്കണമെങ്കിൽ ആ വീടിന്റെ ഓണറോട് തീരുമാനിക്കണം. ആ ഓണർ അതിനപ്പുറത്തെ കാര്യങ്ങൾ, ആ വീട് മൊത്തം യേശുവിന് കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അത്രയും പേര് അവിടെ കൂടിയിട്ടും അയാൾ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുക, ഓണർ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം അവിടെ ഇരുന്നത് ആ ഭവനത്തിന് അനുഗ്രഹമാണ്. ആ ഓണറിന് അറിയാം ദൈവം അവിടെ ഇരിക്കുന്നത് എനിക്ക് അനുഗ്രഹമാണ്, ദൈവം പറയുന്ന വാക്കുകൾ എനിക്ക് അനുഗ്രഹമാണ്, ദൈവം നൽകുന്ന ദൈവശക്തി എനിക്ക് അനുഗ്രഹമാണ്, വിടുതൽ എനിക്ക് അനുഗ്രഹമാണ്. ആർക്കറിയാം? ആ ഓണറിനറിയാം. അതുകൊണ്ടാ ഓണർ പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ മേൽക്കൂര പൊളിക്കാൻ നിന്നിട്ടും അദ്ദേഹം മടുക്കാതെ പൊളിച്ചു ഇറക്കി വെച്ചപ്പോൾ കർത്താവ് അവരുടെ വിശ്വാസം കണ്ടു. രോഗിയുടെ വിശ്വാസമല്ല,
ആ കിടത്തുവാൻ, ആ മേൽക്കൂര പൊളിച്ച് താഴെ ഇറക്കുവാൻ കാണിച്ചു വന്ന വിശ്വാസം. ഇന്ന് പ്രിയ മക്കളെ, നമ്മളെ കുടുംബത്തിനകത്ത് മാനസാന്തരപ്പെടാത്തവരുണ്ടെങ്കിൽ, സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ അറിയാത്തവരുണ്ടെങ്കിൽ, ഇന്ന് പകൽ എന്റെ വിശ്വാസം കണ്ടവർ ക്രിസ്തുവിനെ അറിയാൻ പോവുക. എന്റെ വിശ്വാസം കണ്ടവർ ദൈവസന്നിധിയിലേക്ക് വരാൻ പോവുക. എന്റെ കൂടപ്പുറപ്പിൽ ഇനിയും വരാനുണ്ട്. എന്റെ ഭർത്താവ് വരാനുണ്ട്. എന്റെ ഭാര്യ വരാനുണ്ട്. എന്റെ കുടുംബം വരാനുണ്ട്. എന്റെ തലമുറകൾ വരാനുണ്ട്. ഇന്ന് പ്രിയ ദൈവമക്കളെ, നീ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് എന്റെ കുടുംബം മുഴുവനും യേശുവിനെ അറിയണം. എന്റെ കുടുംബം മുഴുവനും യേശുവിനെ അറിഞ്ഞേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ ദേശത്തിനകത്ത് ഞാൻ വഴി അനേകം ദൈവത്തെ അറിയണം. അതറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കരയുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ വിശ്വാസം കണ്ട്, നീ കരയുന്ന വിശ്വാസം കണ്ട്, നീ പറയുന്ന വാക്കുകളുടെ വിശ്വാസം കണ്ട്, ദൈവത്തോട് യാചിക്കുന്ന അപേക്ഷ കണ്ട്, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യാൻ പോവുക. ആ വിശ്വാസത്തിനകത്ത് അത്ഭുതം ചെയ്യാൻ പോവുക. അവരെ കണ്ടുകൊണ്ടല്ല, ആ വ്യക്തികളെ കണ്ടുകൊണ്ടല്ല, അവരെ കണ്ടുകൊണ്ടല്ല, നിന്റെ വിശ്വാസം കണ്ട്, നിനക്ക് ദൈവത്തോടുള്ള വിശ്വാസം കണ്ട്, നീ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവത്തെ രുചിച്ചറിഞ്ഞപ്പോ അതേപോലെ അവരും ആവണമെന്നുള്ള വിശ്വാസം കണ്ട്, ആ ആഗ്രഹം കണ്ട്, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുമ്പോ നിന്റെ കുടുംബത്തിനകത്ത് 2025 രൂപാന്തരപ്പെടാത്തവർ, മാനസാന്തരപ്പെടാത്തവർ, ദൈവത്തെ അറിയാത്തവർ ഇന്ന് പകൽ ദൈവം കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുക. അവിടെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കൊണ്ടിരിക്കുക. നീ പ്രാർത്ഥിച്ചാൽ മതി. ദൈവമേ, ഉടക്കാൻ കഴിയാത്ത ഒന്നുമില്ല, മാറ്റാൻ കഴിയാത്ത ഒന്നുമില്ല. ദൈവം കൊണ്ടുവരും. ദൈവ ജനം അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പൊന്നു സാക്ഷ്യം പറഞ്ഞപ്പോ അപ്പു വന്നിരിക്കുന്നില്ലയോ? സ്തോത്രം, വന്നിരിക്കുന്നില്ലേ? കൈകൊട്ടാവൊന്നും അറിയത്തില്ലയോ? വന്നിരിക്കുന്നില്ല. അതുവരെ കൊണ്ടുവന്നോ? അപ്പുവിന്റെ ഉള്ളത്തിനകത്ത് എവിടെയോ സ്പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തുവാ? ഈ പ്രാർത്ഥിച്ച ഇവൾ രക്ഷപ്പെടും. സ്തോത്രം. ഇപ്പോൾ സ്പാർക്ക് ചെയ്തേക്കുന്ന വേറെ ഒന്നുമല്ല. ഈ പ്രാർത്ഥിച്ചാൽ, ഈ പ്രാർത്ഥനയിലേ ഇവർ രക്ഷപ്പെടത്തുള്ളൂ. ഇവരുടെ കുടുംബം എല്ലാം അങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഞാനും പോയൊന്ന് ഇരിക്കാം. അങ്ങനെ ഇരുന്നാ മതി, ഇരുന്നാ മതി. ആര് പ്രവർത്തിക്കും? ദൈവം പ്രവർത്തിക്കും. ഞാൻ ഒരാൾ സാക്ഷി ഒന്ന് പറയട്ടെ, പറഞ്ഞിട്ട് ഈ വചനം തീർന്നതിന് അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് എടുക്കാം. സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്തോത്രം, അവിടെ ഉള്ളൊരു അച്ഛനെ പറ്റി സാക്ഷ്യം പറഞ്ഞു. ജോയിച്ചാന്ന പുള്ളിയുടെ പേര്. അപ്പൊ പുള്ളി അമേരിക്കയിലാണ്. സ്തോത്രം. പുള്ളിക്ക് ഇപ്പൊ 3-4 തലമുറയുണ്ട്. അത്രയും പ്രായമുള്ള മനുഷ്യനാണ് ഈ അച്ഛൻ. സ്തോത്രം. നാട്ടിൽ വന്നപ്പം നമ്മളെ ഭവനത്തിൽ വന്നു. ഭവനത്തിൽ വന്നിട്ട് സ്തോത്രം എനിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിച്ചു. ഭവനത്തിനകത്ത് ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് അഭിഷേകം വ്യാപരിക്കുന്ന പ്രാർത്ഥന. നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ദൈവസാന്നിധ്യമുള്ള പ്രാർത്ഥന വെളിപ്പെട്ടു. അപ്പൊ ഈ പ്രാർത്ഥനയെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ സ്തോത്രം വേറെ അച്ഛനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുമ്പോ അച്ഛൻ പറഞ്ഞു, പുള്ളി പരിശുദ്ധാത്മാവ് പ്രാപിച്ചത് പാസ്റ്റർ അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, അറിയത്തില്ല അച്ഛാ. സ്തോത്രം. ഞാനെല്ലാം എനിക്ക് മുമ്പായിരിക്കാം പുള്ളി പ്രാപിച്ചത്. സ്തോത്രം. പുള്ളി എക്സിക്യൂട്ടീവ് ജോലിയുള്ള ആളാണ്, DQ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എക്സിക്യൂട്ടീവ് വസ്ത്രം എപ്പോഴും നല്ല ടിപ്പ് ടോപ്പ് വസ്ത്രം ഇട്ടുകൊണ്ട് പുള്ളി ആരാധനയ്ക്ക് വന്നിരിക്കുന്നു. പുള്ളിക്കാരെ ചുളിക വസ്ത്രമൊന്നും ഇടത്തില്ല. പുള്ളി അന്നത്തെ കാലത്ത് എല്ലാവരും ഒന്ന് ബഹുമാനിക്കും. ആ രീതി പുള്ളിയുടെ ജോലിയുടെ അനുസരിച്ചുള്ള എക്സിക്യൂട്ടീവ് രീതിയിലാണ് പുള്ളി വന്നിരിക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നത്. പുള്ളിക്ക് പരിശുദ്ധാത്മാവിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പുള്ളി വന്നിരിക്കും. പുള്ളി ഒരു ദിവസം മുണ്ടെല്ലാം എടുത്ത് നല്ല വടിയായിട്ട് വന്ന് സ്ട്രൈറ്റ് ആയിട്ട് വന്നിരിക്കും, പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കും. ആൾ ഒരുപാടുണ്ട്. അന്നത്തെ ആരാധനയുടെ മഹത്വം പറയുന്നത്. ഇന്നത്തെ ആരാധന അത്രയില്ല. ആരാധന വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ ആരാധന അവിടെ വെളിപ്പെട്ടു. ആരാധന വെളിപ്പെട്ടു. പുള്ളിയുടെ മേൽ ദൈവത്തിന്റെ കരം തൊട്ടു. പുള്ളി അന്യഭാഷയോട് ഇതുവരെ പുള്ളി എതിർത്തോണ്ടിരുന്ന ഈ അന്യഭാഷയെ ആരാധന, പുള്ളിയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് ആരാധന വന്നു. പുള്ളി അങ്ങ് ഇളകി. സ്തോത്രം. പരിശുദ്ധാത്മാവെന്നാണ്. മുണ്ട് വരെ അഴിഞ്ഞു പോയെന്നാ പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് ആരാധിക്കുക. അതൊന്നും പുള്ളിയുടെ വിഷയമല്ല. മുണ്ട് അഴിഞ്ഞു പോയതോ പുള്ളി വന്നതോ പുള്ളിയുടെ വിഷയമല്ല. പുള്ളി എന്ത് ചെയ്യുക? അവിടെ നിന്ന്. അന്നത്തെ ആരാധന എന്ന് പറഞ്ഞാൽ അതാ. ദൈവം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കത്തില്ല. ഇരിക്കുന്ന സ്ഥാനമോ അടുത്തിരിക്കുന്ന സ്ഥാനമോ ഞാൻ എന്താണെന്നും ചിന്തിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് സാധു കൊച്ചിനുദ്ദേശി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെങ്ങി കയറാത്തവൻ ലാസ്റ്റ് ആരാധന കഴിയുമ്പോൾ തെങ്ങിന്റെ വേളി ഇരുന്നോണ്ട് പറയാം, എന്നെ ഒന്നും ഇറക്കണേ, എനിക്ക് ഇറങ്ങാൻ അറിയത്തില്ലെന്ന്. സ്വത്രം. അമ്മ വീടിന്റെ ഉത്തരത്തിനകത്ത് ചാടിക്കയറി ഉത്തരത്തിനകത്ത് ഇരുന്നിട്ട് പറയാം, നിന്നെ ആരാ കൊണ്ട് എനിക്കറിയത്തില്ല, എന്നെ ഒന്ന് ഇറക്കണമേ എന്ന് പറഞ്ഞിരിക്കും. അത്രയ്ക്ക് ആരാധന. ഇന്നത്തെ ആരാധന എന്തുവാ? ഇച്ചിരി നേരം ആരാധിച്ചിട്ട് വേണേൽ ചായ കുടിക്കാൻ പോകും.
എന്നിട്ട് ചായ കുടിച്ചിട്ട് ഒന്ന് ആരാധിക്കും. ഇന്നത്തെ ആരാധന പ്രാർത്ഥനയല്ല ഇങ്ങനെ. പ്രൈസലോ നമുക്ക് ശാരീരികമായി തോന്നിയോളാം. മറ്റേ അതൊന്നുമല്ല, അവർക്ക് ദാഹമോ അവരുടെ ശരീര സുഖമോ ഒന്നും അവര് നോക്കത്തില്ല. അവരെന്ത് ചെയ്യും? അതാ തീയുടെ ആരാധന. ഇന്നത്തെ സഭയ്ക്കകത്ത് ഇതാ നഷ്ടപ്പെട്ടു പോയ ഈ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു. ലോകത്തിന്റെ ബുദ്ധിയുടെ പ്രാർത്ഥനയാണ് നടക്കുന്നത്, ബുദ്ധിയുടെ വചനമാണ് നടക്കുന്നത്, ബുദ്ധിയുടെ പ്രവചനമാണ് നടക്കുന്നത്. അവിടെ പ്രവർത്തിക്കൂ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം, ആരാധന പ്രവർത്തിക്കണം. ഞാൻ അച്ഛനെ ഈ അഭിഷേകം പ്രാപിച്ച് ഇങ്ങനെ അഭിഷേകം പ്രാപിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. അച്ഛൻ്റെ എടുത്തു പറഞ്ഞു, നിന്റെ വല്യപ്പൻ ആരാന്ന് അറിയാമോടാ? സ്തോത്രം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വരുന്നത്. സ്തോത്രം, നിന്റെ വല്യപ്പന്റെ ശുശ്രൂഷ എന്തെന്ന് നീ കണ്ടിട്ടുണ്ടോ? ആ ശുശ്രൂഷ ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു വല്യപ്പൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയാം, ആ അനുഭവം ഞാൻ പലപ്പോഴും അനുഭവിച്ചതാ എന്ന് പറഞ്ഞിട്ട്, നീ ഈ കൊച്ചുമോനായ നീ ഇതിനകത്ത് ഇറങ്ങിയല്ലോടാ, ഇത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് പുള്ളി വന്ന് വീട്ടിൽ വന്ന് 2 വാക്ക് കൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാ എനിക്ക് മനസ്സിലാവുന്നത് പുള്ളി കുഞ്ഞു കളിക്കുന്ന ആളല്ല, പുള്ളി അഭിഷേകമുള്ള ആളാ, ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവനാ, ദൈവത്തിന്റെ അഭിഷക്തനാ, ദൈവത്താൽ അഭിഷേകം. ചിലരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അറിയാം ചില അഭിഷേകം വെളിപ്പെടുമ്പോ, സ്വന്തം ചില ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന കാര്യം എന്തുവാ? ഇത് കുഞ്ഞുകളിക്കുന്ന ആളല്ല, ആരാ? അഭിഷക്തനാ. ചിലപ്പോ കൂടുതൽ വാക്കൊന്നും പറയത്തില്ല, ആ വാക്കിനകത്ത് എന്തുണ്ട്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ കുഞ്ഞുകളിയല്ല ദൈവമക്കളെ. സ്തോത്രം. 4 പേർ ഇറങ്ങി, 4 പേരെ വിശ്വാസം കണ്ടു. കർത്താവിന് ആ വിശ്വാസം കണ്ട കർത്താവോടെ സൗഖ്യമാക്കുന്നു. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്തുള്ള ചില വ്യക്തികളെ ദൈവം തൊടാൻ പോവുക, നമ്മുടെ സഹോദരങ്ങളെ ദൈവം തൊടാൻ പോവുക, നമ്മുടെ ഭവനത്തിനകത്ത് മാതാപിതാക്കളെ ദൈവം തൊടാൻ പോവുക, ഭർത്താക്കന്മാരെ ദൈവം തൊടാൻ പോവുക, ഭാര്യമാരെ തൊടാൻ പോവുക. കുടുംബമായി നമ്മൾ അവരുടെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുക. ഓരോ ഭവനത്തിന്റെ ഫ്രണ്ടിൽ നമ്മൾ മീറ്റിംഗ് വെക്കാൻ പോവുക. ആത്മാവിലെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. മീറ്റിംഗ് വെക്കാൻ പോവുക. 2025 ഓരോ കുടുംബത്തിന്റെ ഫ്രണ്ടിൽ മീറ്റിംഗ് വെക്കാൻ പോവുക. യേശു ക്രിസ്തുവിനെ ഉയർത്താൻ പോവുക. കുടുംബമായി യേശുവിന്റെ മഹത്വം അറിയാൻ പോവുക. ലജ്ജ കൂടിയല്ല, ആമീൻ, പരിഹാസം കൂടിയല്ല, ആമീൻ, അഭിമാനത്തോടെ എഴുന്നേറ്റ് ഞാൻ ദൈവത്തിന്റെ പൈതലെന്ന് വിളിച്ചു പറയുന്ന രീതിയിലേക്ക് ദൈവം അവരെ കൊണ്ടുവരാൻ പോവുക. ദൈവ ജനത്തെ അനുഗ്രഹിക്കാൻ പോവുക. ദൈവം എന്ത് ചെയ്താലും അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവന് ദൈവത്തിന് അവനെ കൊണ്ട് ആവശ്യമില്ല. പക്ഷേ ദൈവം എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്റെ ദൈവമേ ഉള്ളെന്ന് പറയുന്നവന്, ദൈവത്തെ ഉയർത്തുന്നവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ടേ. അതിലേക്ക് നമ്മളെ കുടുംബത്തെ കർത്താവ് ദേശത്ത് മാറ്റാൻ പോവുക. എല്ലാ ദൈവമക്കൾ എഴുന്നേൽക്കുക, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. 4 പേരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട് കർത്താവ് പറയുക, കിടക്കയെടുത്ത് വീട്ടിൽ പോവുക. ദൈവത്തിന്റെ വിടുതൽ അവിടെ വെളിപ്പെടാൻ പോവുക. രോഗങ്ങളെ, പാപങ്ങളെ, ശാപങ്ങളെ അവിടെ ക്ഷമിക്കുന്നതായിട്ട് കാണിക്കാൻ പോവുക. സ്തോത്രം. അടുത്ത ആഴ്ച വചനത്തിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. അതിൽ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. എന്ന് പകലൊന്ന് വിശ്വസിക്കുക. ദൈവസ്ഥലേക്ക് ഒന്ന് ഏൽപ്പിച്ചുകൂടെ. ഇന്ന് പകൽ എന്റെ കുടുംബത്തെ കർത്താവ് തൊടാൻ പോവുക. ചില മറുപടികൾ ഇന്ന് പകൽ എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. എന്റെ തലമുറമേൽ വെളിപ്പെടാൻ പോവുക. എന്റെ തലമുറകൾ അനുഗ്രഹപ്പെടാൻ പോവുക. എന്റെ കുടുംബത്തിൽ മാനസാന്തരപ്പെടാത്തോ, രൂപാന്തരപ്പെടാത്തോ, യഥാർത്ഥമായി ദൈവത്തെ അറിയാൻ പോവുക. ദൈവ സാന്നിധ്യം ഓർമ്മയിൽ വെളിപ്പെടാൻ പോവുക. ഏറ്റെടുത്തങ്ങോട്ട് പാർത്തിരു ദൈവമക്കളെ, എന്റെ പ്രാർത്ഥന, എന്റെ അവകാശമാ പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിച്ചാലേ വിടുതലുള്ളൂ. പ്രാർത്ഥിച്ചാലേ ഞാൻ അനുഗ്രഹം പ്രാപിക്കൂ. പ്രാർത്ഥിച്ചാലേ എന്റെ മേൽ അത്ഭുതം നടക്കത്തുള്ളൂ. എന്റെ വിടുതലിന്റെ യേശുവിനാ തേടേണ്ടത്. എന്നെ സഹായിക്കേണ്ടത് യേശുവിനാ. അത്ഭുതം ചെയ്യേണ്ടത് യേശുവിനാ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഇന്ന് ഞാൻ കളിമണ്ണായിട്ട് ദൈവസന്നിധി നിൽക്കാൻ പോവുക. എന്നെ പണിയണയപ്പ, ഇന്ന് പകൽ പണിയണയപ്പ. ഇന്ന് പകൽ എന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാവണയപ്പ. ആ ദൈവത്തിന്റെ ദൂത് നിവർത്തിയാവണയപ്പ. ദൈവത്തിന്റെ കേട്ട ദൈവത്തിന്റെ വചനം പോലെ 4 പേര് വിശ്വാസത്തോട് കൊണ്ടുവന്നപ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ മേൽ അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പും ധൈര്യമായിട്ട് ഞാൻ ദൈവസന്നിധി നിൽക്കാൻ പോവുക. കൃപ ലഭിച്ചവനാവാൻ പോവുക. അവൻ മറിയെ നോക്കി ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത് കൃപ ലഭിച്ചവനെന്നാ വിളിച്ചത്. ആ കൃപ ഞങ്ങൾ മേൽ പെരുകട്ടെ. ഇന്ന് പകൽ ആ കൃപ ഞങ്ങളുടെ മേലൊന്ന് വെളിപ്പെടാതെ ആത്മീയ ശുശ്രൂഷകളാണ്. പരിശുദ്ധാത്മാവിന്റെ മഹത്വത്തിനാൽ, പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തിനാൽ ഇന്ന് പകൽ